ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വരുന്നുണ്ട്. അതെയോ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഇത്രയും പേരേ ഉള്ളൂ. എല്ലാവരും പരീക്ഷയ്ക്ക് പഠിക്കുവാണോ? ഇനി അഥവാ നമുക്ക് റെക്കോർഡ് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഓരോ പേജ് കറക്റ്റ് ചെയ്ത് എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ഇമേജ് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. Okay, ma'am. നിങ്ങൾ എല്ലാവരും സർവേ കംപ്ലീറ്റ് ചെയ്തോ? സർവേ തന്നില്ലേ? സർവേ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പഴും ഞങ്ങള് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക സർവേനെ കുറിച്ച്. എനിക്ക് ആരുടെയൊക്കെയോ കുറെ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കിയതാ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം ക്ലാരിഫൈ ചെയ്യാം, കുറെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനതും റെക്കോർഡ്. ഓക്കെ മാം. ഞങ്ങളൊരു ക്ലാരിഫിക്കേഷൻ സെക്ഷൻ ഇപ്പൊ വെച്ചിട്ടുണ്ട്. 9 to 10 ഞങ്ങൾ കുറച്ച് ആൾക്കാര് ഒരു ഗൂഗിൾ മീറ്റില് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഓക്കെ, വെരി ഗുഡ്. സോ 17, 19, 21 എക്സാം ഡേറ്റ് നിങ്ങൾക്ക് വന്നുള്ള ഇൻഫർമേഷൻസ് വന്നു. സബ്ജക്ട് ഡിവിഷൻ വന്നിരുന്നോ? ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ മാം ഡേറ്റിന്റെ ഇതല്ല, എക്സാമിന്റെ ഡേറ്റ് മാറ്റിയോ? 17th മാറ്റിയിരുന്നോ? ഇല്ലില്ല. അന്ന് എന്താ പറയാ, നമ്മള് ഈ ഡേറ്റ് മതിയോന്ന് മാം ചോദിച്ച സമയത്ത് ഞാൻ എല്ലാരെയും കാണിച്ചിരുന്നല്ലോ. ആ സമയത്ത് ഇങ്ങനെ മോനിഷയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ മാമിനോട് അപ്പൊ തന്നെ പോയി പറഞ്ഞു. അപ്പൊ മാം എന്ത് ചെയ്തു, ആ സമയം ഉണ്ടല്ലോ, ഏപ്രിലല്ലേ എക്സാം, നമുക്ക് അങ്ങ് പുഷ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പുഷ് ചെയ്തത് ആകെ കുഴപ്പമായി. അപ്പൊ പലർക്കും ബുദ്ധിമുട്ടുകളായി. അങ്ങനെ പിന്നെ 17 തന്നെ കൺഫേം ചെയ്തു. 17, 19, 21. പിന്നെ അങ്ങനെ മാറ്റും തോറും ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തർ പറഞ്ഞത് കാരണം പിന്നെ 17 എന്നുള്ള ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വന്നല്ലോ, മെസ്സേജ് വന്നില്ലേ ഗ്രൂപ്പില്? വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. വന്നു. സബ്ജക്ട് ഡിവിഷനും വന്നോ? ഉണ്ട്, ആ മെസ്സേജും വന്നിട്ടുണ്ട്. Okay, so we can start. So നമുക്കൊരു പ്രയർ ആരെങ്കിലും ഉണ്ടോ? സൈലന്റ് പ്രയർ തന്നെയാണോ? It's 2-3 minutes silent prayer. സോ ഒരു കാര്യം റിലാക്സ് ചെയ്താൽ മതി. പെൻഡിങ് എന്തെങ്കിലുമൊക്കെ വർക്കുകൾ റിലേറ്റിംഗ് വിത്ത് അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ്, സർവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട്
ഒന്ന് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്താൽ മതി. കാരണം ഇന്നത്തോടുകൂടി ഞാൻ ക്ലാസ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കാരണം അല്ലെങ്കിൽ സമയം കിട്ടില്ലല്ലോ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും. നെക്സ്റ്റ് മോഡൽ എക്സാം അല്ലേ. സോ മോസ്റ്റ്ലി അശ്വതി മിസ്സും ഈ ആഴ്ച തന്നെ വൈൻഡ് അപ്പ് ചെയ്യായിരിക്കും. സാറിന്റെ കാര്യം സാർ വല്ലതും പറഞ്ഞോ? സാറിന് 3 ക്ലാസ് ഉണ്ടെന്ന് പറയണ്ടായി. സാറിന്റെ ക്ലാസ് നടക്കട്ടെ. ഇറ്റ്സ് ഗുഡ്. മാമിന്റെ ഇപ്പൊ ഇന്നൂടെ ഉള്ളു. കാരണം എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സെഷൻ, അതിപ്പോ മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലോ അതിന് മുമ്പാണെങ്കിലോ പറഞ്ഞാൽ മതി. മാം റെക്കോർഡ് വർക്ക് ഒക്കെ കഴിഞ്ഞപ്പോ? ഇല്ല, അത് എടുക്കുക. റെക്കോർഡ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പോവാണേ. നിങ്ങൾക്ക് പിങ്ക് ടവർ ഉണ്ടാക്കാൻ പറ്റുമോ? ചാർട്ട് പേപ്പർ, പിങ്ക് കളർ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ക്യൂബ്സ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുമോ? ചില ബാച്ചിലെ കുട്ടികൾ അത് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയതാണ് എന്റെ ഓർമ്മ, പക്ഷെ അത് എവിടെയോ പോയി. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കൂ. പിങ്ക് കളർ ചാർട്ട് പേപ്പർ നമുക്ക് കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് ക്യൂബ് ഉണ്ടാക്കുക. ക്യൂബ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്കും ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, നമ്മളുടെ പിള്ളേർക്ക്. എനിക്ക് എന്തോ ഞങ്ങളും അങ്ങനെ ചെയ്തതായിട്ടൊരു ഓർമ്മയുണ്ട്. ഏതോ ഒരു നമ്മുടെ തന്നെ ഒരു ക്ലാസ്സില് കുട്ടികൾ അത് ചെയ്തത് വേറൊരു ടീച്ചർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് റിയൽ അല്ല, ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു വേർഷൻ കാണാമോ? ഇത് ചാർട്ട് പേപ്പർ വെച്ച് ചെയ്തതാ. ഇതിന്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചാർട്ട് പേപ്പർ വെച്ച് നിങ്ങൾക്ക് അതിന്റെ ഒരു വേർഷൻ ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. കട്ടി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അത് കാർഡ്ബോർഡ്സ് ആയാലും കുഴപ്പമുണ്ടാവില്ലല്ലേ? കാർഡ്ബോർഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മള് ഒന്ന് സ്ട്രഗിൾ ചെയ്യണം തോന്നുന്നു. മറ്റേത് ഇങ്ങനെ നമുക്ക് വൺ സൈഡിനുള്ളിലേക്ക് കയറ്റിയൊക്കെ വെക്കാൻ പറ്റുന്നു. പേപ്പറേ ഒരു ഫിനിഷിങ് വരും. നോക്കൂ, ട്രൈ ചെയ്യും. സമയം പോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. 10 ക്യൂബ്സ് വേണമെന്നേ ഉള്ളൂ. പിന്നെ അത് ഇരിക്കില്ല, മീൻസ് വുഡൻ ബ്ലോക്സ് പോലെ ഇരിക്കില്ല. കുട്ടികളുടെ പേപ്പർ പെട്ടെന്നതായി പോകില്ല. നമ്മൾ ചിലപ്പോൾ സ്റ്റിക്ക് ചെയ്യേണ്ട വരുമൊക്കെ പറ്റുമായിരിക്കും. ചില ക്യൂബ്സിന്റെ ചില സൈഡ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട വരും. ഓക്കെ, സോ നമ്മൾ എവിടം വരെയായിരുന്നു എഴുതിയിരുന്നേ? ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ബീഡ് സ്റ്റെയർസ് ആണ് മാം ലാസ്റ്റ്. ഏതാ മാം? ഫ്രെയിം ഇല്ലേ? ബീഡ് സ്റ്റെയർസ് ആണ് ലാസ്റ്റ്. അത് കഴിഞ്ഞോ? ഫിനിഷ് ചെയ്തോ? സ്റ്റേഴ്സ് കഴിഞ്ഞില്ലല്ലോ, അത് എഴുതിയില്ല മാം. എഴുതിയില്ല. മെയിൻ ഫീച്ചേഴ്സ് എഴുതിക്കൊണ്ടിരുന്നതിന്റെ അതിന്റെ മുകളിലാ മാം. ബീഡ്സ് ഫ്രെയിം എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ബീഡ്സ് പിരമിഡ് ആയിരുന്നു അല്ലേ? പിരമിഡ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ആണോ? സ്റ്റെയർസ് കഴിഞ്ഞോ? സ്റ്റെയർസ് ആണോ പിരമിഡ് അതിന് മുകളിലാണോ? അതിന് മുകളിലല്ലേ? പിരമിഡിന്റെ ഫീച്ചേഴ്സ് ആണോ എഴുതിക്കൊണ്ടിരുന്നത്? പിരമിഡ് സ്റ്റെയർസ് എഴുതാറുണ്ട്. ഞാന് നമ്മുടെ റിജോട് സംസാരിച്ചപ്പോ റിജോ പറഞ്ഞത്, ഈ നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കുമ്പോ അതില് സെറ്റിംഗ്സ് എന്നൊരു ഭാഗമില്ലേ, മുകളില് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ,
ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ ഇപ്പൊ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. അവിടെ മുകളിൽ ഇങ്ങനെ സെറ്റിംഗ്സിന്റെ ഒരു സിമ്പിൾ ഇല്ലേ, നമ്മുടെ ഫോണിലൊക്കെ സെറ്റിംഗ്സിന്റെ സിമ്പിൾ പോലെ ആ വീഡിയോയുടെ റൈറ്റ് സൈഡ് കോർണറിൽ മുകളിലായിട്ട് സെറ്റിംഗ്സ് എന്ന് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ ക്വാളിറ്റി എന്ന് വരും. ക്വാളിറ്റി ക്ലിക്ക് ചെയ്യാം. ക്വാളിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ അതില് പല ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ, ഹയർ പിക്ചർ ക്വാളിറ്റി, ഡേറ്റ സേവർ, അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞ്. അതായത് ക്വാളിറ്റി നമുക്ക് കൂട്ടാം. ആ ക്വാളിറ്റി കൂട്ടുമ്പോൾ ഈ ബ്ലർഡ് ആയിട്ട് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് കാണുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ പേജസ് അത് ക്ലിയർ ആകും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെസൊല്യൂഷൻ കുറയ്ക്കുന്നില്ലെന്ന് അവർ പറഞ്ഞ ഡയറക്റ്റ് അതേ ക്വാളിറ്റി തന്നെയാണ് അയക്കുന്നത്. പക്ഷെ യൂട്യൂബ് വീഡിയോയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ഡേറ്റ സേവർ ഒക്കെ ആണെങ്കിൽ ലോ പിക്ചർ ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ ഹയർ പിക്ചർ ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഫോൺ ഡേറ്റ ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ അത് ഡേറ്റ തീരാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ നേരത്തെ പിക്ചർ ക്വാളിറ്റി ഹയർ ആക്കുക. നമ്മൾ അങ്ങനെ തന്നെയല്ലേ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് മൂവി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷൻ ഇല്ലേ, ക്വാളിറ്റിയിലെ HD ക്വാളിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ യൂട്യൂബ് വീഡിയോയില് റൈറ്റ് സൈഡ് കോർണറിൽ ഒരു ഫ്ലവർ ഡിസൈൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും താഴെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ വരും. ആ ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ 3-4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹയർ പിക്ചർ ക്വാളിറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കാണും. ഒന്ന് നോക്കാം കേട്ടോ. എന്തായാലും റീഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ ഉള്ളൂ. റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. അതാണേ. ഓക്കെ, സോ എഴുതിക്കോളൂ, സമയം കളയാം. ഹലോ മാം. മാം ബീഡ്സ് ഫ്രെയിം കഴിഞ്ഞിട്ട് അതിന്റെ മീൻ ഫീച്ചേഴ്സ് വരെ എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്നൊന്ന് കാണിക്കാമോ? പിരമിഡ് ആണോ? അല്ല, ബീഡ്സ് ഫ്രെയിം. ബീഡ്സ് ഫ്രെയിം. ഓക്കെ ഓക്കെ. ബീഡ്സ് ഫ്രെയിം ഇതിന്റെ എവിടെ വരെ എഴുതി? ആ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ലേണിംഗ് നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടെ ഉണ്ടല്ലേ? അവിടം വരെയാണോ എല്ലാരും എഴുതിയേക്കുന്നത്, അതോ അതിലും കൂടുതൽ എഴുതിയിട്ടുണ്ടോന്ന് തോന്നില്ലയോ? ബീഡ് പിരമിഡ് കഴിഞ്ഞു എന്ന് പറയണ്ടായിരുന്നു. ബീഡ് പിരമിഡിന്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത ബീഡ് സ്റ്റെയർ എഴുതേണ്ടത്. ഞാൻ പുറത്തെങ്കിൽ സ്ക്രോൾ ചെയ്തോളൂ, ഞാൻ അത് എടുത്തോളാം, സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഇത് എന്താ പറയാ, ലേണിംഗ് നമ്പേഴ്സ് വിത്ത് 0 ആൻഡ് വിത്തൗട്ട് 0 അവിടെ വരെ എഴുതിയെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ അതിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ സ്ക്രീൻ സ്റ്റില്ലാക്കാം, സ്ക്രീൻഷോട്ട് എടുത്തു. കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കണോ മുഴുവൻ കിട്ടാൻ? ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? കുറച്ചുകൂടി എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ? എടുത്തു. ഞാനേ സ്ക്രീനിലാ നോക്കുന്നത്, നിങ്ങളെ കാണുന്നില്ല. മ്യൂട്ട് ചെയ്തിട്ട് പറയുവാണോ എന്നൊരു സംശയം തോന്നി. ഇനി പോയിന്റ് ഉണ്ട്, പിന്നെ ബീഡ് പിരമിഡ്. സോ ബീഡ് സ്റ്റെയറിന്റെ അവിടെ വെച്ചേക്കട്ടെ ഇനി. ഓക്കെ. മെറ്റീരിയൽസ് ഒന്നും ഇവിടെ എത്തിച്ചിട്ടില്ല, അത് എടുക്കാൻ പറ്റില്ല. മിസ്, അതിന്റെ ഫീച്ചറിന്റെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് കാണിക്കാമോ? കുറച്ചൊന്നും മേളോട്ട്. ഏതൊക്കെയാണ്? ബീഡ് പിരമിഡിന്റെ തന്നെ. ബീഡ് സ്റ്റെയർസ്, നമ്മളത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ബീഡ് സ്റ്റെയർസ് കൺസിസ്റ്റ് ഓഫ് 9 segments of wires. They are keeping on top of the other, like 9 in the bottom and 1 on the top. Every wire of bead has different colors. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം.
സ്റ്റെയറിന്റെ ആ ഒരു സ്ട്രക്ചർ ഉടൻ പീസ് കയ്യിലില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ നമ്മൾക്ക് പരിചയമുള്ള ആരെങ്കിലും വുഡിന്റെ വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കുറെ വേസ്റ്റ് പീസ് ഒക്കെ വരില്ലേ. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ അവരതൊക്കെ ചെയ്തു തരും. ചെറിയൊരു എമൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ മെറ്റീരിയൽസ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതുപോലെ ക്യൂബ്സ് ഒക്കെ കുറെ പീസ് അവർക്ക് കട്ട് ചെയ്ത് പോകും. അതൊക്കെ ക്യൂബ്സും ക്യൂബോയിഡ്സും ആയിട്ടായിരിക്കും പീസ് കട്ട് ചെയ്ത് പോകുന്നത്. അതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അക്രലിക് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് പോവില്ല. ഇത് വാർണിഷ് ഒക്കെ അടിച്ചാൽ മതി, അത് ചുരണ്ടിയാൽ പോലും പോവില്ല. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ബീഡ് സ്റ്റെയർ നമുക്ക് അങ്ങനെ ട്രയാങ്കിൾ പീസ് കിട്ടുവാണെങ്കിൽ അവരുടെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് നല്ല ഗ്രൂസ് ഉണ്ടാക്കിയാൽ മതി. ഈ സ്റ്റെയർ വെക്കാനായിട്ട് പറ്റും, ബീഡ് സൈഡ് വെക്കാനായിട്ട് പറ്റും. മാം, ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ഉണ്ടോ? അതോ നമുക്ക് തന്നെ ഇങ്ങനെ കാർപ്പന്ററിനെ വെച്ച് ഉണ്ടാക്കിക്കാൻ പറ്റുമോ എല്ലാം? ഇത് പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർസ് അതിനൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് ഡയമെൻഷൻ ഉള്ളത്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ. ചിലതിനത് ഉള്ളതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബീഡ് സ്റ്റെയർ ഒന്നും കുഴപ്പമില്ല, വലിപ്പം വന്നാലും. പക്ഷെ ബീഡ്സിന്റെ വലിപ്പം അനുസരിച്ച് വേണം ആ ഒരു സ്റ്റെയറിന്റെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരാനായിട്ട്. അതത്രേ ഉള്ളൂ. പിന്നെ സൈസ് ഡിപ്പെൻഡന്റ് അല്ലാത്തത് ബീഡ് ഫ്രെയിം സൈസ് കുഴപ്പമില്ല. ഫ്രെയിമിന്റെ സൈസ് ഇപ്പൊ പ്രശ്നമില്ല. എന്നാലും നമ്മള് മാക്സിമം അത്ര വലുതാക്കില്ല, ഇത്രയും ബീഡ്സ് അല്ലേ വരുന്നുള്ളൂ. ഫ്രെയിമിന്റെ തിക്നെസ് ഒരു കുറച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ വേറെ ഏതാ സൈസ് ഡിപ്പെൻഡന്റ് അല്ലാത്തുള്ളത്? സ്ട്രിപ്പ് ബോർഡ് ഒക്കെ, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ്, അത് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ലാത്തൊരു ആവറേജ് സൈസിലുള്ളതാണ്. കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടാം, കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം 1, 2, 3, 4 എന്നുള്ളത് കുട്ടികൾക്ക് കാണാവുന്ന വിഷൻ നല്ല ക്ലിയർ ആവുന്ന രീതിയിലുള്ള വലിപ്പത്തിലാണ് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. ചെറുതാവും തോറും ചിലപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ കൂടും. അപ്പൊ ആ ഒരു വിഷ്വൽ അത് കറക്റ്റ് ആവുന്ന രീതിയിലാണ് അതിന്റെ സൈസ്. അത് ഇത്തിരി കൂടിയാലും പ്രശ്നമില്ല, കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടതേ ഉള്ളൂ. ഇതിന്റെ സൈസ് ഈ വീട് തന്നെ വലിയ വീട് കിട്ടിട്ടോ. പക്ഷെ നമുക്ക് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ബീഡ്സിന്റെ, ഈ ഗോൾഡൻ ബീഡ്സും അല്ലാതെ ബാക്കി കളർ ബീഡ്സും എല്ലാം. പിന്നെ സിലിണ്ടേഴ്സും ആ ഒരു സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമുക്ക് കുറച്ചുകൂടെ വലുതായാലും നല്ലതായിരിക്കും. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് വലുതായിരിക്കും നല്ലത്. അത്ര അങ്ങോട്ട് ചെറുതാക്കാതെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ പഴയ പ്ലേറ്റിന്റെ വലുപ്പമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നും. നമുക്ക് കിട്ടിക്കണം വളരെ ചെറുതല്ലേ. പിന്നെ ജോമെട്രിക്കൽ സോളിഡ്സ്, അതിനും അങ്ങനെ ഡയമെൻഷൻ, അത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിക്കാവുന്നത്ര വലുപ്പം അത് ഉദ്ദേശിച്ചാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒത്തിരി വലുതാകുമ്പോൾ സ്ഫിയറൊക്കെ ഭയങ്കര വലുതാകുമ്പോൾ അവർ ചിലപ്പോൾ 2 കൈയൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ക്യൂബൊക്കെ വലുതാകുമ്പോൾ അവരുടെ കുഞ്ഞു കയ്യിൽ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ ചൈൽഡ് സൈസ്ഡ് ആയിട്ടുള്ള അതാണ് അതിനൊക്കെ അങ്ങനെ ആ ഒരു സൈസിൽ വരുന്നത്. അതിനനുസരിച്ച് സൈസ് മതി. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബ്രൗൺ സ്റ്റെയർ, പിങ്ക് ടവർ, അതിന്റെയൊക്കെ സൈസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടത് ബീഡ് സ്റ്റെയർസ് ആണോ ബീഡ് ഫ്രെയിം ആണോ? അത് ബീഡ് സ്റ്റെയർസ് ആണ്. നമുക്ക് ബീഡ് ഫ്രെയിം ഉണ്ടായിരുന്നില്ല, ട്രയാങ്കിൾ ഷേപ്പിൽ വന്നതല്ലേ, ഒന്നും കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്നും കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ടേ മാർച്ചില് നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരു ഓൺലൈൻ സെഷൻ ഒന്നുകൂടെ വയ്ക്കാം. മെറ്റീരിയൽസ് മാത്രം. പിന്നെ നമുക്കൊരു ബോക്സ് നിറയെ ബീഡ്സ് ആയിരുന്നല്ലോ, ആഡ് ചെയ്യാം. ആ രീതിയിലൊക്കെ നമ്മൾ ബീഡ്സ് കൗണ്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബീഡ്സ് ഉണ്ടായിരുന്നു. സെറ്റ് ഓഫ് ബീഡ് ബാർസ് എന്ന് പറഞ്ഞിട്ട് ആ ബീഡ് സ്ട്രിങ്സ് കുറെ ഉണ്ടായിരുന്നില്ലേ,
കഴിയുമ്പോ പറയണേ. മോട്ടോ സ്കില്ലെന്ന് 6 ഉണ്ട്. അതൊന്ന് ഫൈൻ മോട്ടോ സ്കില്ലും കൂടെ എഴുതിക്കണം. മാം ഞാൻ ഈ ഫ്ലാഷ് കാർഡ്സ് ഇല്ലേ അത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയായിരുന്നു എങ്ങനെയുണ്ടെന്ന്. കയ്യിലുണ്ടോ ഇപ്പൊ? ഞാൻ കാണിക്കാമോ? എത്രയാ കോസ്റ്റ്? എത്രയായി? 200 ഇതുണ്ട്. എല്ലാ അതുപോലെ ഫുൾ ലെറ്റേഴ്സും ഉണ്ട്, അതുപോലെ കളേഴ്സ് ഉണ്ട്. ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സ് ഉണ്ട് 1 to 10 വരെ 4 എഴുതിയിട്ട് 4 കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോഡി പാർട്സിന്റെ ഓരോ ഇത് കുറെ ഉണ്ട്. അതിനകത്ത് തന്നെ ഓരോ വെഹിക്കിൾസ്, വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാ സെറ്റും ഉണ്ട്. ശരി. ഓരോ സെറ്റിനാണോ 200 അതോ എല്ലാം കൂടിയാണോ കമ്പൈൻഡ് ആണോ? ഈ ഫുൾ സെറ്റ് ഈ ഒരു ബോക്സ് അടക്കം 200 വന്നോളൂ. ഫുൾ ഇതെല്ലാം അടക്കം. എന്ത് പറ്റൂ? അതെന്തായാലും നല്ലതാ. 200-ന് വാല്യൂബിൾ ആണ്. ഞാനപ്പോ ആൽഫബറ്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ എന്നാ വിചാരിച്ച, പക്ഷെ എല്ലാരും ഉണ്ട്. പിന്നെ എവിടുന്നാ അതുപോലെ എന്തോ മാം? എവിടുന്നാ വാങ്ങി? ഫ്ലിപ്കാർട്ടിന്ന്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഇല്ലേ, A to Z അത് വരെയുള്ള ലെറ്റേഴ്സ് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റണ മോഡല്. അതിപ്പോ അശ്വതി മിസ്സിന്റെ ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോ അത് വാങ്ങിയായിരുന്നത്. അതിങ്ങനെ ഇതിൽ നിന്നൊക്കെ ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഒരു ബോക്സിൽ ഇങ്ങനെ തേച്ചിട്ട് ആപ്പിൾ അങ്ങനെ വേണമെന്ന് ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാ. ഇത് മതി റേറ്റ്. ഇങ്ങനത്തെ ഐറ്റംസ് ഒരുപാടുണ്ട്. ഇതിന് എത്രയാ 100 അത്ര എന്തോ വന്നോളൂ. മോനിഷ അതിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേ. ചെയ്യാം. നമുക്കൊരു 500 ഒക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറെ മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പൊ ജസ്റ്റ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മതിയാവും. പക്ഷെ ഫ്ലാഷ് കാർഡൊക്കെ നല്ല മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി എല്ലാത്തിനും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഫിനിഷിംഗ് ആണ് എല്ലാനും. പിന്നെ ചെറിയൊരു പ്രൊജക്ഷനും ഉണ്ട്. ഇത് സ്പെല്ലിങ് തൊടുമ്പോഴേ കുറച്ചൊരു ഇതുപോലെ തോന്നുന്നുണ്ട് കളേഴ്സ് ഒക്കെ. ഈ ലെറ്റേഴ്സ് എടുത്തിട്ട് നമുക്ക് പിന്നുണ്ട് അതിന്റെ ഒപ്പം. അപ്പൊ നമുക്കിപ്പോ എഴുതി ആപ്പിൾ ആണെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. നല്ലതാ. ഓക്കെ. ബീറ്റ് സ്റ്റെയർ കഴിഞ്ഞോ? മമ്മി തെറ്റി കഴിഞ്ഞോ? യെസ് കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞു മാം. മോട്ടോ സ്കിൽ നോക്കണേ. MOTOR. നമ്മള് കണ്ടില്ലേ കുറെ ബീഡ് സ്ട്രിങ്സ് കണ്ടില്ലേ? ബീഡ്സ് ക്വാണ്ടിറ്റി ആൻഡ് സിമ്പിൾ. കൗണ്ടിങ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ നമ്മളത് യൂസ് ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബീഡ്സ് ക്വാണ്ടിറ്റി ആൻഡ് സിമ്പിൾ.
മാം ആ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോക്ക് എന്നാണോ മാം? അതെയോ? മറ്റേ ഇമ്പോർട്ടൻസ് ലൈഫ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോക്ക്. In our day-to-day life, അത്രേ ആയല്ലേ. The importance of clock is all well known. എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന സെൻസ് ഉദ്ദേശിച്ചത്. The children familiarized with clock from childhood itself. നമുക്ക് വേണമെങ്കിൽ സെന്റൻസ് ഒന്നും കൂടെ ഭംഗിയാക്കാം. In our day-to-day life, the importance of clock is we know the importance of clock very well. അങ്ങനെയാക്കിയാൽ മതി നിങ്ങൾ. ഈ സെന്റൻസ് എന്തോ എനിക്ക് തന്നെ സുഖമായിട്ട് തോന്നുന്നില്ല. In our day-to-day life, we all know the importance of clock very well. അങ്ങനെ ആക്കട്ടെ സെന്റൻസ്. In our day-to-day life, we all know the importance of clock very well. ഒന്നുകൂടി പറയൂ. പറയാം. ആരെങ്കിലും പറ്റുവാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് സ്പീഡുള്ളവർ ടൈപ്പ് ചെയ്തിട്ടൊക്കെ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, അത് നമുക്ക് അവിടെ ഉണ്ട്. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് വി ഓൾ നോ KNOW. വി ഓൾ നോ. മാം ഇത് എഴുതിയല്ല മാം, കുഴപ്പമുണ്ടോ? ഒന്നും കുഴപ്പമില്ല. എനിക്ക് ആ സെന്റൻസ് ഒരു സുഖമായിട്ട് തോന്നിയില്ല. നമ്മൾ മലയാളം പറയുന്ന പോലെ തന്നെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോക്ക് ഈസ് അത് എഴുതി, അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല. In our day-to-day life, we all know the importance of clock very well. മറ്റേ സെക്കൻഡ് സെന്റൻസ് അത് തന്നെ. കുട്ടികൾക്കുള്ള ക്ലോക്ക് ആ രീതിയിലായിരിക്കണം ക്ലാസ് റൂമിൽ. കളർഫുൾ, വേണമെങ്കിൽ ഓരോ നമ്പറിന്റെ നോട് ചേർന്നിട്ട് എന്തെങ്കിലും പിക്ചേഴ്സ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ക്ലോക്കിന്റെ പടമുണ്ട്, അങ്ങനെ തന്നെ വേണമെന്നില്ല. സെന്റൻസ് ഒന്നുകൂടി പറയോ? In our day-to-day life, we all know KNOW. we all know പിന്നെ ബാക്കി അതിലുള്ളത് the importance of clock. പോയിട്ടുണ്ടല്ലേ. The importance of clock very well. It's all known എന്ന് വേണ്ട, very well. The children importance of clock very well. Clock നമ്മുടെ heading clock. ഞാനൊരു നമ്പർ വീലും പിക്ചർ വീലും അശ്വതി മിസ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ഏരിയയിൽ നിങ്ങളെ കാണിച്ചിരുന്നു. അത് പോയില്ലല്ലോ. എന്താ മാം മനസ്സിലായില്ല. ഒരു നമ്പർ വീലും പിക്ചർ വീലും അശ്വതി മിസ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ടില്ലല്ലോ. വീലാണോ? വീലാണ്. നാളെ മാമിന്റെ ക്ലാസ് ആണോ? നാളെ ഞാൻ ഒന്ന് ഓർപ്പിച്ചേക്കാം. നാളെ കാണിക്കും നിങ്ങളെ. അത് ഞങ്ങള് ഈ ആക്ടിവിറ്റി സമയത്ത് ചെയ്തതാണ്. ഈസിയാണ്. അത് തെർമോക്കോളില് ചെയ്തത്. പക്ഷെ ഈ തെർമോക്കോളില് ചാർട്ട് പേപ്പർ ഒട്ടിച്ചു രണ്ട് സൈഡിലും. നല്ല സർക്കിൾ ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് രണ്ട് സൈഡിലും ചാർട്ട് പേപ്പർ ഒട്ടിച്ചു. ചാർട്ട് പേപ്പർ ഒട്ടിച്ചാൽ അതിനെ പല ഡിവിഷൻസ് ആക്കി. ഇപ്പൊ നമ്പേഴ്സ് ആണെങ്കിൽ 10 ഡിവിഷൻസ്, 1 തുടങ്ങി 10 ഡിവിഷൻസ് ആക്കിയിട്ട് ഓരോ നമ്പറിന് നേരെ 1 കാണിക്കാൻ ഞാൻ കൊടുത്ത സിമ്പിള് ട്രയാങ്കിൾ, ഇങ്ങനെ റെഡ് കളറിലെ ട്രയാങ്കിള്, റെഡാന്ന് എന്റെ ഓർമ്മ, റെഡ് കളറിലെ ട്രയാങ്കിള് കളർ ചെയ്ത് ഫുൾ ഫില്ല് ചെയ്ത് 1-ന് ഒരു ട്രയാങ്കിൾ, 2-ന് 2 ട്രയാങ്കിൾ, ആ രീതിയിൽ കുട്ടികൾക്ക് നമ്പറും ഫിമിലറൈസ് ആവും, കൗണ്ടിങ്ങും. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് വിടാം. ആ രീതിയിൽ നടുക്ക് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. നടുക്ക് വല്ല
നെയിൽസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കറക്കി വിടുമ്പോഴേക്കും ഓരോ നമ്പർ കുട്ടികൾക്ക് ഫെമിനറൈസ് ചെയ്യാനും കൗണ്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ ഈ ട്രയാങ്കിൾസ് ആ ഷേപ്പ് എന്ത് ഷേപ്പോ ആട്ടോ, സർക്കിൾ ആകാം, എന്ത് ഹാർട്ട് ഷേപ്പോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ പിക്ചർ വീലിൽ കൊടുത്തത് പല അനിമൽസോ ബേർഡ്സോ, ബേർഡിന്റെ പിക്ചർ വീൽ ഉണ്ടാക്കാം, അനിമൽസിന്റെ പിക്ചർ വീൽ ഉണ്ടാക്കാം, വെജിറ്റബിൾസിന്റെ പിക്ചർ വീൽ ഉണ്ടാക്കാം, ഫ്രൂട്ട്സിന്റെ പിക്ചർ വീൽസ് ഉണ്ടാക്കാം. അപ്പൊ അതും ഇതുപോലെ തന്നെ തെർമോക്കോളില് 2 സൈഡിലും ചാർട്ട് പേപ്പർ ഒട്ടിച്ചു, സൈഡിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു. തെർമോക്കോളിന്റെ ഭാഗം ഒന്നും പുറത്തേക്ക് ആവാതെ കുട്ടികൾക്ക് ഇനി വല്ല അലർജി ആയാലോ എന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് കേക്ക് ബേസിൽ ചെയ്യാം. ഇത് വലിപ്പമുള്ള കേക്ക് ബേസ് കിട്ടുമല്ലോ, നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ കേക്ക് വാങ്ങുമ്പോൾ ഒരു കേക്ക് ബേസ് കിട്ടില്ലേ റൗണ്ടില്, അതില് വേണമെങ്കിൽ ചെയ്യാം, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽ ഈ ബോർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വേസ്റ്റ് ആയിട്ട് കുറെ പോകുന്നുണ്ടാവും, അത് പോയി കളക്ട് ചെയ്യാം. ഇലക്ട്രിക്കൽ വർക്കും മെക്കാനിക്കൽ വർക്കൊക്കെ ചെയ്യുന്നവരുടെ ഇതുപോലെ ചില ബോർഡ്സ് നല്ലതായിരിക്കും, നല്ല മെറ്റീരിയൽ, അത് അവർ വേസ്റ്റ് ആയിട്ട് കളയുന്നതായിരിക്കും, ഇവിടെ കിട്ടും. അവരോട് പറഞ്ഞ അവർ ആ ഷേപ്പിലൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് തരും. എന്നിട്ട് നടുക്ക് നമ്മളൊന്ന് പിയേഴ്സ് ചെയ്യണം. എന്നിട്ട് നല്ല കളർ ചാർട്ട് പേപ്പർ ഒട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. കളർ ചെയ്യുന്നതിനേക്കാളും ചാർട്ട് പേപ്പർ ഒട്ടിക്കുകയായിരിക്കും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ്. എന്നിട്ട് നമ്മൾ അതിനെ പല പാർട്ടീഷൻസ് ആക്കിയിട്ട് ഇത് പിക്ചർ വീൽസ് ചെയ്യുമ്പോൾ 2 സർക്കിൾ വേണം. ഔട്ടർ ഒരു വലിയ സർക്കിൾ, നടുക്കൊരു ചെറിയ സർക്കിൾ. നടുക്കുള്ള സർക്കിളില് പിക്ചർ വെക്കാം, ഔട്ടർ സർക്കിളില് ഈ ആ പിക്ചറിന് കറപ്പ് ഡക്കാണ്, ഡക്ക് ഒട്ടിച്ചിട്ടുണ്ടെന്ന് വെക്കാം. ഡക്കിന്റെ പിക്ചർ ഉള്ളിലെ സർക്കിളിലും പുറത്തുള്ള സർക്കിളിലും അത് എഴുതിയിട്ടുണ്ട്. കുട്ടികൾ കമ്പയർ ചെയ്യണം, അതുമായിട്ട് കറക്റ്റ് ആക്കി വെക്കണം. ആ രീതിയിൽ അത് അശ്വതി മിസ് നാളെ കാണിച്ചു തരും. ആ കറക്കുന്ന ഭാഗമൊക്കെ എന്റെ വിട്ടുപോയി, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞേക്കാം. ലാംഗ്വേജ് ഏരിയ എടുക്കുന്നതിന് ഞാൻ മാമിനെ ഏൽപ്പിച്ചതായിരുന്നു. അതൊക്കെ എക്സാം എല്ലാം കഴിഞ്ഞ് ബ്രേക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ക്ലോക്ക് എഴുതി കഴിഞ്ഞു. ക്ലോക്കിന്റെ മെയിൻ ഫീച്ചേഴ്സ് അത് വേണം അല്ലേ? കാണാമോ? ഞാൻ പറഞ്ഞ നമ്പർ വീൽസും പിക്ചർ വീൽസും മനസ്സിലായോ? ക്ലിയർ ആയോ? പിക്ചർ വീൽസ് ആവുമ്പോഴേക്കും 2 സർക്കിള്, 2 മൂവബിൾ ആയിരിക്കണം. നടുക്ക് നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും സെക്യൂർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ കറക്കി വിടുക, കുട്ടികളോട് കറക്റ്റ് ഓരോ പിക്ചറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കാൻ പറയുക. ക്ലിയർ ആയോ? കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഞാനേ ഒരു ട്രെയിനിങ്ങിന് പോയപ്പോഴേ ഇതുപോലെ മലയാള അക്ഷരങ്ങള് എന്നിട്ട് ആ അപ്പൊ ആടെ ചിഹ്നം ദീർഘം, അപ്പൊ അങ്ങനെ ഞാനൊരു വീല് ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അത് എച്ചമ്മിന് ഇഷ്ടപ്പെട്ടിട്ട് 4ാം ക്ലാസ്സുകാർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. സ്വരാക്ഷരങ്ങളുടെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുന്നിട്ട്. വെരി ഗുഡ്. ഞാനത് മാത്സ് കോൺസെപ്റ്റ് എഡിഷനും സബ്ട്രാക്ഷൻ അതുപോലെ വീല് പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
എന്താ പറയാ, നീഡിൽസ് അത് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഹാൻഡ് ക്ലോക്കിന്റെ ഹാൻഡ്സ്, അതാണ് ഷോർട്ട് ആൻഡ് ലോങ്. ഒരെണ്ണം ചെറിയ നീഡിലും ഒരെണ്ണം വലിയ നീഡിലും ആണല്ലോ. അതാണ് ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഷോർട്ട് ആൻഡ് ലോങ്. പിന്നെ 5ന്റെ രീതിയിലല്ലേ 5, 10, 15, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5 ഓർ കൗണ്ടിങ് ബൈ 5 വരുന്നത്. പിന്നെ സ്ലോ ഫാസ്റ്റ് സെക്കൻഡ്സും മിനിറ്റും ഉണ്ടല്ലോ. ഇത് നമുക്കില്ലായിരുന്നു. ഫ്രാക്ഷൻ സെറ്റ്സ് അതും നമുക്ക് കേക്കിന്റെ ബേസിൽ ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിൽ ഈ നമ്മള് കുട്ടികളുടെ ബർത്ത്ഡേക്ക് ഏറ്റവും അധികം ഫ്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കേക്ക് കട്ട് ചെയ്യുന്നത്. എന്റെ പിക്ചർ ഉണ്ട്, പിക്ചർ ഒന്ന് കാണിച്ചിട്ട് കാണിക്കാട്ടോ. ക്ലോക്ക്, കളർഫുൾ ആയിട്ടുള്ള ക്ലോക്ക്, ഫ്രാക്ഷൻ സെറ്റ്സ്, ഹാഫ്, ഫുൾ, ആ രീതിയിൽ ഇത് 1/3, പിന്നെ 4 ആയിട്ട് കട്ട് ചെയ്യുന്ന കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കണക്ട് ചെയ്യാം. ഈ അഡീഷൻ സ്ട്രിപ്പ് കൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന്റെ ആ ഒരു എങ്ങനെയാ അഡീഷൻ അത് വരുന്നതെന്നുള്ളത് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ക്ലോക്ക് കഴിഞ്ഞോ? മാം, ഫ്രാക്ഷൻ സെറ്റ്സിന്റെ നെയിം ഓഫ് കഴിഞ്ഞെന്താ? നെയിംസ് ഓഫ് ഫ്രാക്ഷൻ അപ് ടു ടെൻസ് ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ പറയാം. Fractions. This teaches the child the names of fractions up to tens. This teaches the child the names of fractions up to tens. അടുത്ത പേജിലേക്ക് പോവാലോ. Sorry.
മാം മൂന്നാമത്തെ പോയിന്റ് ഒന്ന് പറയാവോ? തേർഡ് വൺ അറേഞ്ചിങ്, അതാണോ? അതെ. ഞാൻ ഓരോന്നൊന്ന് പറയാം. ഐഡിയ ഓഫ് ഡിവൈഡിങ് ആൻഡ് ലേണിംഗ് അബൌട്ട് ഫ്രാക്ഷൻസ്, നമ്മുടെ കേക്ക് കട്ടിങ്ങിന് തന്നെ നോക്കുക. പിന്നെ ക്രൊമാറ്റിക് സെൻസ്, കാരണം അതിന്റെ കളർ പല യെല്ലോ, ബ്ലൂ, പിന്നെ ഗ്രീൻ, റെഡ്, ഈ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രൊമാറ്റിക് സെൻസും പിന്നെ കുട്ടികൾക്ക് അത് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്റ്റീവ് ഐഡിയാസ് വരും. പിന്നെ നെക്സ്റ്റ് അറേഞ്ചിങ് കപ്പാസിറ്റി, അത് അവർ പല രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇപ്പൊ അവർക്കത് ലൂസായിട്ട് കൊടുക്കുവാണെങ്കിൽ ലൂസായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരുമിച്ച് വെക്കാൻ 1/3 ഫ്രാക്ഷൻ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. ആ പിക്ചറിൽ 3 പീസ് ഒരു സർക്കിളിനെ ഈക്വൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്, 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റ് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് അറേഞ്ചിങ് കപ്പാസിറ്റി. നെക്സ്റ്റ് സ്റ്റീരിയോഗണോസ്റ്റിക് സെൻസ് ഇംപ്രൂവ്ഡ്, അവരുടെ ഈ അറേഞ്ചിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ക്രൊമാറ്റിക് സെൻസ്, ആ കളറും, പിന്നെ അവര് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഓരോന്നും ഓരോ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ രീതിയിൽ അവര് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് നമുക്കിപ്പോ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മൾ അത് മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യില്ലേ. അപ്പൊ വൺസ് ആ ഇമേജ് കണ്ടു, അത് കഴിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്യാനായിട്ട് അവർ പഠിക്കും. അതാണ് സ്റ്റീരിയോഗണോസ്റ്റിക് സെൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും പിന്നെ ആ ഒരു ഫോട്ടോഗ്രാഫ് പല ആംഗിളിൽ ആ ഫോട്ടോഗ്രാഫ്സ് വയ്ക്കുവാണെങ്കിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ഫ്രാക്ഷനിൽ അങ്ങനെയാണ്, പല പല രീതിയിൽ ഇതിനെ കട്ട് ചെയ്തിരിക്കുക. അപ്പൊ അതിങ്ങനെ മിക്സ് ആയിട്ട് ഇടുമ്പോഴേക്കും അവർക്ക് ഏത് ഫ്രാക്ഷന്റെ ഏത് പാർട്ടിന്റെ കൂടെയാണ് ഏത് പാർട്ട് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ആ ഒരു ഇമേജ് മനസ്സിലവർക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ ചെയ്യും. അതാണ് അറേഞ്ചിങ് കപ്പാസിറ്റിയും സ്റ്റീരിയോഗണോസ്റ്റിക് സെൻസും ഇംപ്രൂവ് ചെയ്യുന്നു. കാരണം ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യുന്ന പോലെ ഇവരുടെ മൈൻഡിലേക്ക് അതിന്റെ ഇംപ്രഷൻ ചെന്നിട്ടുണ്ടാവും. പിന്നെ ബ്രെയിൻ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ, ക്രിയേറ്റീവ് സ്കിൽ ആൻഡ് ആർക്കിടെക്ചർ സ്കിൽ ഇംപ്രൂവ്ഡ്. ഇത്രയും സെക്ഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ പലത് ബിൽഡ് ചെയ്യും. പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ്, ഇതിൽ തന്നെ ജോമെട്രിക്കൽ ഷേപ്സ് വരുന്നുണ്ട്. ട്രയാങ്കിൾ, അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പ് ആണ്. പിന്നെ സർക്കിൾ ഷേപ്പിലാണ് ഹോൾ വരുന്നത്. പിന്നെ ഐഡിയ ഓഫ് ഹ്യൂമാനിറ്റി, ഷെയറിങ്, നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ കേക്ക് കട്ടിങ്ങിൽ വരുന്നത്. സോ ഐഡിയ ഓഫ് ഹ്യൂമാനിറ്റി, റെപ്പിറ്റീഷൻ ത്രൂ എൻജോയ്മെന്റ്. നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തും ചെയ്യിക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഫീൽ ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു സെൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ, നമ്മള് സ്മെല് ചെയ്യോ സൗണ്ടോ അതൊന്നും അല്ല ഇവിടുത്തെ സെൻസ്. ആ ഒരു ഫീലിംഗ്, ടാക്ടൈൽ സെൻസ് ഉണ്ടല്ലോ, അതാണ് ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നതാണ്.
മാം അടുത്തത് എഴുതണോ അരിത്മാറ്റിക് ഫങ്ഷൻസ്? എഴുതിക്കോ, സമയമുണ്ടല്ലോ. ഞാൻ വൈറ്റ്നർ ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് ഡിഫറെന്റ്, മറ്റേത് കഴിഞ്ഞു എല്ലാരും? സ്റ്റീരിയോഗണസ്റ്റിക് സെൻസിന്റെ അവിടെ ടാക്ടൈൽ സെൻസ് എന്ന് വേണമെങ്കിൽ അതിന്റെ മുകളിലോ ബ്രാക്കറ്റിലോ എഴുതി വെക്കാം കേട്ടോ. കാരണം ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുന്നതാണ് ഇത്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യാനാ കൂടുതൽ. നമുക്ക് സ്മെല്ലില്ല, സൗണ്ട് ഇല്ല, അപ്പൊ ആ ഒരു രീതി. ഓക്കെ, നെക്സ്റ്റ് അരിത്തമെറ്റിക് ഫങ്ഷൻസ്. ഇൻ ദിസ് ഡിഫറെന്റ് ബോർഡ്സ് ആർ ദെയർ ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ദേ ആർ addition strip board, subtraction strip board, multiplication strip board, division strip board. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമുക്കിത് ശരിയാവണം. കാരണം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് മാത്തമാറ്റിക്കൽ ഏരിയ. നമ്മൾ ബോർഡ് മാത്രമേ ഇങ്ങനെ കണ്ടുള്ളൂ അല്ലെ. നമ്മൾക്ക് അതിനകത്ത് 1 2 3 4 അങ്ങനെ റെഡും ബ്ലൂവും ഉണ്ടായിരുന്നു നമ്മുടെ ബോർഡിൽ. അഡീഷനും സബ്ട്രാക്ഷനും ആട്ടോ പറയുന്നത്. റെഡും ബ്ലൂവും ഉണ്ടായിരുന്നു. നമുക്കിത് കൂടാതെ ഞാൻ പിക്ചർ കാണിക്കാതായിരിക്കും നല്ലത്. എന്റെ കയ്യിലും ഉണ്ട്, കയ്യിലുള്ളത് കാണിക്കാം. ചില ചാർട്ട് പോലുള്ളതുണ്ട്. ഇത് ഈ ഒരു ഇത് മൾട്ടിപ്ലിക്കേഷനാ. ഇതാണ് ഫ്രാക്ഷൻ സെറ്റ്സ്. ഓക്കെ, ഈ അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് ഇങ്ങനെ നമുക്കൊരു ചാർട്ട് പോലെ കിട്ടും. ഇത് വെച്ചിട്ട് ചെയ്യിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കോളം വൈസും റോ വൈസും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതില് ഇവിടെ 0 തുടങ്ങി 9 വരെ, ഇങ്ങോട്ട് 0 തുടങ്ങി 9 വരെ. ഈ റോയും ഈ കോളും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കുട്ടികളെ എങ്ങനെ ചെയ്യിക്കാം എന്നുള്ളതാണ് കേട്ടോ. 0 തുടങ്ങി 9 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം കോളം വൈസ് 0 to 9. ഒന്ന് ബ്ലൂ ഷെയ്ഡും ഒന്ന് റെഡ് ഷെയ്ഡും. ഓക്കെ, നമുക്കിനി ഇവിടെ 3യുടെ അവിടെ മാർക്ക് കണ്ടോ, അതുപോലെ 5ന്റെ അവിടെ നിന്നും ലൈൻ വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് നമുക്ക് 3 + 5 ആണ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്പർ 3 + 5. ഈ 2 നമ്പർ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ 3 + 5. അപ്പൊ ഫസ്റ്റ് ബ്ലൂ 3 എടുക്കുക. 3യിൽ നിന്ന് താഴേക്ക് നമ്മൾ വരയ്ക്കുക. അത് 5 എന്നുള്ള റെഡിൽ നിന്ന് വരയ്ക്കുമ്പോൾ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ നമ്പർ 8 അല്ല ഇവിടെ മീറ്റ് ചെയ്തേക്കുന്നത്. സോ ആൻസർ ഈസ് 8. നമ്മൾ വേറൊരു നമ്പർ എടുക്കുവാണ് 7. 7 + 4 ആണെന്ന് വിചാരിക്കുക. സോ ബ്ലൂവിലെ 7, റെഡിലെ 4. 7ൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുക. അതുപോലെ തന്നെ 4ൽ നിന്ന് റൈറ്റിലേക്കും. ഈ 7ൽ നിന്നുള്ളതും 4ൽ നിന്നുള്ളതും മീറ്റ് ചെയ്യുന്ന എവിടെയാന്ന് നോക്കുക, 11. അപ്പൊ നമ്മൾ ഈ നമ്പർ പാറ്റേൺ ഓർക്കണം. 0 to 9, 0 to 9. പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് 1 2 3 4 അങ്ങനെ 10 വരെ. പിന്നെ 1 2 3 4 അങ്ങനെ ഇവിടെ 10 വരെ. അടുത്തതെന്ന് പറയുമ്പോൾ അങ്ങനെ 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 നമ്പർ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ മാക്സിമം നമുക്ക് കിട്ടുന്നത് 18. നമ്മുടെ സ്ട്രിപ്പ് ബോർഡിലും 18 ആണ് നമ്പർ അല്ലെ. സ്ട്രിപ്പ് ബോർഡിൽ നമുക്ക് 18 അല്ലേ വന്നിരുന്നേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചാർട്ട്, ഒരു പേപ്പർ പോലെ നമുക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് ആണെങ്കിൽ അഡീഷൻ എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഏതെങ്കിലും നമ്പർ വെച്ചിട്ടൊന്ന് ഒന്ന് ചെയ്ത് നോക്കിക്കോ ഈ സ്ട്രിപ്പ് കണ്ടിട്ട്. +7. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എളുപ്പപ്പടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് വേണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ നമുക്ക് അഡൾട്ട്സിന് നോക്കുമ്പോ പെട്ടെന്ന് 5 + 7 അല്ലേ ജ്യോതി പറഞ്ഞേ? യെസ് മാം. നമുക്ക് അഡൾട്ട്സിന് നോക്കുമ്പോ ശരി 5 7 നമുക്ക് പെട്ടെന്ന് എടുക്കും. പക്ഷെ കുട്ടികൾക്ക് അവരുടെ ആ വിഷ്വൽ അത് കറക്റ്റ് 5ന്ന് താഴേക്കും 7ന്ന് ഇങ്ങോട്ടും. അപ്പൊ അതിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ മാർക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അവരെ ജോയിൻ ചെയ്യിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത്.
അപ്പൊ അഡീഷൻ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഈ സ്ട്രിപ്പ് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെയൊക്കെ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ചെയ്യാമെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് നോക്കാതിരുന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ എന്റെ എല്ലാം വിട്ടുപോയി, എല്ലാം ഒട്ടിച്ചു വെച്ചതായിരുന്നു, അതൊക്കെ വിട്ടു. അപ്പൊ ഇത് അഡീഷൻ. കണ്ടതാ. ഇത് സബ്ട്രാക്ഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ സ്ട്രിപ്പ് ബോർഡ്. അതിന്റെ മുകളിൽ സബ്ട്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ അതൊക്കെ മിസ്സായി. എവിടെയൊക്കെ ബുക്കിൽ നിന്ന് ഒട്ടിച്ചു വെച്ചതൊക്കെ പോയി. ഇത്രയും നാളായില്ലേ ഒട്ടിയതിന്റെ പ്രശ്നം. യെസ്, മൾട്ടിപ്ലിക്കേഷൻ സ്ട്രിപ്പ് ബോർഡിന്റെ ഇത് മിസ്സായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഓരോരോ ഗ്രൂവ് പോലെ ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ 2 into 3 ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ 2ന്റെ പൊസിഷൻ എടുക്കുന്നു. ഇവിടെ 3 എന്നുള്ള നമ്പർ ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ആ 3 ആ ഒരു ഹോളിലേക്ക് വെക്കുവോ, അങ്ങനെ ചെയ്തിട്ടാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകും. ഈ സ്പേസിനെ നമുക്ക് നീക്കി കൊണ്ടുവന്ന്, ഇപ്പൊ 2 3 ആണെങ്കിൽ 3 എന്നുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് ഈ ഇവിടെ കൂടെ ഒരു ഓപ്പണിംഗ് പോലെ ഉണ്ട്, അങ്ങനെ അതിലേക്ക് ആക്കുക. ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. അത് നമ്മള് ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. ഇവിടെ നമുക്ക് ബീഡ്സ് ഉണ്ട്. ഈ ബീഡ് പ്ലേസ് ചെയ്യാം. ഈ ബോക്സിനകത്ത് ബീഡ് കിടക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇതിനകത്ത് നിറയെ ബീഡ്സ്, നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമുക്ക് ചെറിയ നമ്പേഴ്സ് ആയിരിക്കും. അഡീഷനിലും സബ്ട്രാക്ഷനിലും നമ്മൾ 18 നമ്പർ വരെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ അവർക്ക് ചെറിയ നമ്പേഴ്സേ കൊടുക്കുള്ളൂ. കാരണം ആ ചെറിയ ക്ലാസ്സുകളിലൊന്നും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒന്നും ആക്ച്വലി നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാവുമ്പോഴാണല്ലോ അവർ പഠിക്കുന്നത്. പക്ഷെ അവർക്ക് ബേസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രിപ്പ് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ്. ഇതുപോലെ കുറച്ച് നമുക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അതിന്റെ മുകളിൽ സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് മായ്ക്കാം. അടുത്ത കുട്ടിയെ കൊണ്ട് സെയിം ആക്ടിവിറ്റി ചെയ്യിക്കാം. ആ ഒരു രീതിയിൽ. സോ 2 into 3 എന്ന് പറയുമ്പോൾ ഈ ഇതെടുത്ത് ഇതിന്റെ മുകളിൽ വെക്കുകയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ റെഡ് സ്പോട്ട് എന്തോ. പിന്നെ ഇവിടെ ആ 3 വരും. എന്നിട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ 3 times 2 അല്ലേ, അങ്ങനെ ബീഡ്സ് അത്രയും പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്ത് നോക്കും. അങ്ങനെ ഒരു രീതിയാണ്. അതിന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ നമുക്കില്ലായിരുന്നല്ലോ, ഡിവിഷൻ ബോർഡ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രിപ്പ് ബോർഡ് വരുവാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കാണിക്കാം. സബ്ട്രാക്ഷൻ അല്ല കേട്ടോ. പിക്ചർ വിട്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു വേറൊരു ടീച്ചർ അത് ഫോട്ടോ സ്കാൻ ചെയ്തത്. അപ്പൊ വരച്ചപ്പോ ആ ഭാഗത്തായി പോയതാ. സ്ട്രിപ്പ് ബോർഡൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡിന്റെ ഇത്. ഇവിടെ 0 to 10. ഇവിടെയും അതുപോലെ തന്നെ. ഇത്രയും വലിയ നമ്പേഴ്സ് അവരെ കൊണ്ട് നമ്മൾ പൊതുവെ ചെയ്യിക്കാറില്ല. ചെറിയ നമ്പേഴ്സ് നമുക്ക് ചെയ്യിച്ചു പോകാം. അപ്പൊ 5 into 4 ആണെങ്കിൽ ഈ സ്ട്രിപ്പ് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5ൽ നിന്ന് താഴേക്ക് 4ൽ നിന്ന്. ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആ ഒരു ബീഡ്സ് വെച്ച് കൗണ്ട് ചെയ്ത് നോക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് ബോർഡ് കൊടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ഇതിന്ന് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തോ 5 into 4 20. നേരെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ 20 എന്നുള്ള നമ്പറിലെത്തും. ബീഡ്സ് വെക്കുമ്പോൾ കുട്ടികൾ വെക്കുമ്പോഴോ കൗണ്ട് ചെയ്യുമ്പോഴോ ഒക്കെ അവിടെ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അതും അവർ പഠിക്കണം. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വരച്ചുണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വരയ്ക്കാം. സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു ഇതിൽ വരച്ച് ഉണ്ടാക്കാണ്ട് സ്കെയില് വെച്ച് കുട്ടികളെ കൊണ്ട് ആൻസർ എത്തിക്കാം. ഇതിലിപ്പോ 100 വരെയും കൊടുത്തിട്ടുണ്ട്. വലിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനും എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പറിൽ വേണമെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് വരച്ചു വെച്ചു. ഇതെല്ലാം വിട്ടുപോയി. ഇത് ക്ലിയർ ആയല്ലേ? നമ്മൾ നമ്പർ പ്ലേസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്പർ എഴുതി വെക്കണം. ഇപ്പോ 10 into 2 ആണെങ്കിൽ 10ൽ നിന്ന് താഴെ 2ൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ 20. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആൻസർ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. വേണമെങ്കിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്.
ഒരു ചാർട്ട് പേപ്പറിൽ കോളംസ് ആക്കിയിട്ട് നമ്മൾ എന്തായാലും കലണ്ടർ ഒക്കെ വരയ്ക്കാൻ പഠിച്ചല്ലോ. ഇതുപോലെ എത്ര കോളം വേണം, എത്ര റോസ് വേണം എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തോളൂ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ചാർട്ട് പേപ്പറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കളർ കൊടുത്താൽ മതിയല്ലോ. ബ്ലാക്ക് കൊണ്ട് വരച്ചിട്ട് പതുക്കെ ക്രയോൺസോ എന്തെങ്കിലും വെച്ചിട്ട്, റെഡും ബ്ലൂ ആണല്ലോ നമ്മുടെ കളർ. ഇത് അഡീഷൻ ആയിരുന്നു. സബ്ട്രാക്ഷന്റെ അവിടെ വരേണ്ടതായിരുന്നു, പക്ഷെ എന്റെ റെക്കോർഡ് ചെയ്തും സബ്ട്രാക്ഷൻ മിസ്സിംഗ് ആണ്. ഒട്ടി കുറെ വർഷമായി തന്നെ ഒട്ടിച്ചു വെച്ചതൊക്കെ വിട്ടുപോയി. പലതും ഇങ്ങനെ ലൂസായിട്ട് കിടക്കുക. ഈ റെക്കോർഡ് കുറെ ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, അപ്പൊ അങ്ങനെ വിട്ടുപോയോന്നും അറിയില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അതെടുത്ത് അയച്ചു തരാം. ഓക്കെ, നമ്മൾ എവിടം വരെ എഴുതി? അരിത്തമെറ്റിക് ഫങ്ഷൻസ് 4 ബോർഡിന്റെ പേര് എഴുതുക. All the category of boards are provided with beads also. ശരിക്കും അഡീഷനിലും സബ്ട്രാക്ഷനിലും നമുക്ക് സ്ട്രിപ്പ് ആണ്. ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ബീഡ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ എഴുതിയേക്കുന്ന അങ്ങനെയാണ്. ഓൾ ദ കാറ്റഗറി ഓഫ് ബോർഡ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ബീഡ്സ് ഓർ സ്ട്രിപ്പ് എന്നും കൂടെ നിങ്ങൾ എഴുതിക്കും. ബീഡ്സ് ഓർ സ്ട്രിപ്പ്, STRIPS. നമ്മൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും നമുക്ക് സ്ട്രിപ്പ് ആയിരുന്നു. ഡിവിഷൻ ബോർഡിൽ ബീഡ്സ് ആയിരുന്നു. All the category of boards are provided with beads or strips. Also ഒന്നും വേണമെന്നില്ല. Beads or strips. അടുത്ത സെന്റൻസിലും ചെറിയ മാറ്റമുണ്ട്. In this boards, numerals ഉണ്ട്, S ഉണ്ട്, are written both in horizontally and vertically. ആ സെന്റൻസിലെ വ്യത്യാസം, ന്യൂമറലിന് പകരം ന്യൂമറൽസ്, പിന്നെ റിട്ടൺ ബോത്ത് കഴിഞ്ഞിട്ട് ഒരു in horizontally and vertically. അക്കോർഡിംഗ് ടു ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അതായത് അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, ഡിവിഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, അതിനനുസരിച്ച് ബീഡ്സ് ആർ ടേക്കൺ ആൻഡ് അറേഞ്ച്ഡ്. നിങ്ങൾക്ക് ബീഡ്സ് /സ്ട്രിപ്സ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. കാരണം നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ബീഡ്സ് അല്ലായിരുന്നു, സ്ട്രിപ്സ് ആയിരുന്നു. നമ്മൾ ബീഡ്സ് വെച്ചും അഡീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഡ്സ്. According to the arithmetic operation, beads or strips are taken and arranged. Thus, all the functions can be understood very easily. എനിക്ക് തോന്നുന്നു അശ്വതി മിസ് കൾച്ചറൽ ഏരിയ അല്ലേ എടുക്കുന്നേ. സോ നെക്സ്റ്റ് ഇനി സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് ആണ്. അതില് ആ ഒരു നാളത്തെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് അതും നിങ്ങൾക്ക് ഫുൾ എഴുതി തീരാൻ പറ്റും. കുറച്ചേ ഉള്ളൂ അത്. ചെറിയ 3 പാരഗ്രാഫേ ഉള്ളൂ. ഇത് കഴിഞ്ഞു മാം, അരിത്മാറ്റിക് ഫങ്ഷൻ അത് കഴിഞ്ഞു. മാത്തമാറ്റിക്കൽ ഏരിയ കഴിഞ്ഞു. അത് അതിന്റെ ഫെമിലറൈസേഷൻ ആണ്. ജസ്റ്റ് അപ്പൊ പറഞ്ഞല്ലോ, ബീഡ്സും സ്ട്രിപ്സും നമ്മൾ റീഅറേഞ്ച് ചെയ്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സ്ട്രിപ്പും അല്ലെങ്കിൽ
മൾട്ടിപ്ലിക്കേഷനും അഡീഷനും നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഇതിനകത്ത് നമ്മൾ ചെയ്ത് നോക്കിയല്ലോ. സബ്ട്രാക്ഷൻ എന്തെങ്കിലും മിസ്സിങ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. നാളത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആവും കേട്ടോ. മാം പിക്ചേഴ്സ് എപ്പോഴാണ് വരിക? പിക്ചേഴ്സ് ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ ചോദിക്കാൻ സാർ ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഏറ്റെടുക്കാതിരുന്നത്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി അവെയർ ആയിട്ടുള്ള ഒരാൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മാറ്റം തോന്നുന്നു. ഞാൻ തന്നെ ഇരുന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നെക്സ്റ്റ് വീക്ക് കൊടുക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ അല്ലെങ്കിൽ ഇൻബിറ്റ്വീൻ ചെയ്തേക്കാം. പിന്നെ പിക്ചർ എടുക്കാന്നുള്ള വലിയ ടാസ്ക് ഒന്നുമില്ല. എത്ര പേർക്ക് അത് പ്രിന്റ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. പെട്ടെന്നാവുന്നാണ് സാർ എന്നോട് പറഞ്ഞത്. സോ നമുക്ക് വേണ്ടി ചെയ്യാം. ഇത് ഓക്കെ ആയില്ലേ? കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ചെയ്യും. ചാർട്ട് പേപ്പറിൽ വരച്ചുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. ഇതിന്റെ ഫോട്ടോ പ്രൊവൈഡ് ചെയ്യാം. കുറച്ചുകൂടെ മനസ്സിലാവും. എന്റെ ഒരെണ്ണം മിസ്സിംഗ്, സബ്ട്രാക്ഷൻ മിസ്സായി. മാം ആ ബീറ്റ് സ്റ്റെയർസ് ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സ്ക്രീൻഷോട്ട് എടുക്കാനാ. ബീറ്റ് സ്റ്റെയറിന്റെ ഡീറ്റെയിൽസ് അല്ലേ, അല്ലാണ്ട് അതിന്റെ പിക്ചർ അല്ലല്ലോ. മാം അത് റിട്ടേൺ പാർട്ടാണ് വേണ്ടത്. ഒരു മിനിറ്റ് ജ്യോതി. കാണാലോ അല്ലെ? ഈ ഒരു പേജല്ലേ ഉള്ളൂ ബീറ്റ് സ്റ്റെയർസിന്റെ? ഒരു പോയിന്റും കൂടി ഉണ്ടോ? അതിനായി അത്രേ ബീറ്റ് സ്റ്റെയർ അത്രേ ഉള്ളൂ. പിന്നെ ബീറ്റ് ക്വാണ്ടിറ്റി ആൻഡ് സിമ്പിൾ അത് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയ ആണ്. അപ്പൊ അശ്വതി മിസ് കൾച്ചറൽ ഏരിയ എടുക്കുന്നത്. അതിന് 3 പാരഗ്രാഫ്സേ ഉള്ളൂ, ചെറിയ 3 പാരഗ്രാഫ്. നാളെ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് അത് തീരും. അതിൽ പിക്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്യാവുന്ന പിക്ചേഴ്സ് ആണ്. പെറ്റ്സിന്റെ സോളാർ റെക്കോർഡ് കംപ്ലീറ്റ് ആവും മാം. നാളെ കൊണ്ട് തീരും. ഫ്രാക്ഷൻ സെറ്റ് ഒന്ന് കാണിക്കൂ. പിക്ചർ ആണോ അതിന്റെ റൈറ്റപ്സ് ആണോ? റൈറ്റപ്പ്. നെയിംസ് ഓഫ് ഫ്രാക്ഷൻസ് എന്നാണ്. നെയിംസ് ഓഫ് ഫ്രാക്ഷൻസ് ഇവിടെ അപ് ടു ടെൻസ്. ടെൻത്തിന്റെ പവർ നമ്മൾ പറയില്ലേ, TNTHS. നമ്മള് 10 ഒരു കേക്കിനെ 10 ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറയുന്ന പോലെ ടെൻസ്. നെയിംസ് ഓഫ് ഫ്രാക്ഷൻസ് നമ്മൾ ഹാഫ്, ക്വാർട്ടർ, 3/4 എന്നൊക്കെ പറഞ്ഞുള്ള ഫ്രാക്ഷൻസ് കുട്ടികളെ പഠിപ്പിക്കില്ലേ, അത് അങ്ങനെ 1/10 അങ്ങനെയൊക്കെ പറയുന്നത്. നെയിംസ് ഓഫ് ഫ്രാക്ഷൻസ് എന്തോ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ്. അത് വേണ്ട, അത് ഞാൻ എഴുതിയിരുന്നു. ഇതൊരു സെന്റൻസ് ആയിരുന്നു. ഓക്കെ, സോ ഓക്കെ അല്ലേ? നീ വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പറയാം കേട്ടോ. അപ്പൊ നമുക്ക്
എക്സാം കഴിഞ്ഞിട്ട് മോഡൽ എക്സാം ആണ് ഉദ്ദേശിച്ചത്, മാർച്ചിൽ നിങ്ങളുടെ വൈവ വെക്കാം. അപ്പൊ ടൈം സ്ലോട്ട്സ് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ഞാൻ ടെക്നിക്കൽ സപ്പോർട്ട് പറയാം, ഒരു വോട്ടിംഗ് പോലെ ഏത് ടൈമാണ് ആപ്റ്റ് എന്ന് പറയുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ റോൾ നമ്പറോ നെയിമോ എന്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ID പോലെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് വൈവ സെറ്റ് ചെയ്യാം. ടൈം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട്, കാരണം നോപ്പിന്റെ ടൈമും ആണല്ലോ, അപ്പൊ പിന്നെ അതിനനുസരിച്ചൊരു ടൈം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ 8:30 ഒന്നും കുഴപ്പമില്ല എന്ന് ഷമീല ടീച്ചറൊക്കെ പറയണ്ടായിരുന്നു. 9 o'clock രാത്രി പ്രശ്നമില്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പം ഡേ ടൈം ഉച്ച കഴിഞ്ഞാണ് തന്നിരുന്ന ഒരു സജഷൻ. അല്ലാതെ ഒരു ആർക്കെങ്കിലും ഉണ്ടോ മോർണിംഗ് ടൈം 10 o'clock ശേഷം പറ്റുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് ഒരു കുറച്ച് ടൈം സ്ലോട്ട് ഇടാം, ആഫ്റ്റർനൂൺ കുറച്ച് ടൈം സ്ലോട്ട് ഇടാം, നൈറ്റിൽ കുറച്ച് ടൈം സ്ലോട്ട് ഇടാം. അപ്പൊ നിങ്ങൾ ഏത് ടൈമാണ് ആപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് പേര് എനിക്ക് കിട്ടും, അതിനനുസരിച്ച് ടൈം കൊടുക്കാം, ടൈം തരാം. അപ്പൊ മാർച്ചിൽ നമുക്ക് വൈവ അങ്ങ് കഴിയും. പിന്നെ ഏപ്രിലിലെ മെയിൻ എക്സാം അല്ലേ, അത് മെയിൻ എക്സാം ആവുമ്പോഴേക്കും PG കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനാ. പറ്റിയാൽ മെയിൻ എക്സാമിന് മുമ്പ്, അല്ലെങ്കിൽ കൂടി വന്നാൽ മെയിൻ എക്സാം കഴിഞ്ഞ് 1 വീക്കും കൂടെ PG കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. മാം ഈ 2 മൊഡ്യൂളില്ലേ PG, അത് 1 month കൊണ്ട് കംപ്ലീറ്റ് ആവുമോ? അത് കംപ്ലീറ്റ് ആക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മോഡ്യൂൾ 1 കഴിഞ്ഞവരെ മാത്രമായിരുന്നെങ്കിൽ നമുക്കിപ്പോ കുറെ യൂണിറ്റ്സ് കഴിഞ്ഞേനെ. ഇത് മോഡ്യൂൾ 1ന്റെ സ്കൂൾ മാനേജ്മെന്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്കും കൂടി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് സ്പീഡിൽ പോവാൻ പറ്റുന്നില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, പറയും. ഈ ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചുകാർക്ക് മാത്രമേ ഇപ്പൊ നമ്മുടെ ഡിപ്ലോമ ക്ലാസ് ഏതാണ്ട് കഴിഞ്ഞല്ലോ, അപ്പൊ ആ സമയത്ത് PGയുടെ അത് എടുക്കാൻ പറ്റില്ല. നിങ്ങക്ക് മാത്രായിട്ടോ? ഫസ്റ്റ് ബാച്ചിന് മാത്രായിട്ടോ? ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടില്. ഇങ്ങനെ ഒരു കാരണം മറ്റേ PG ക്ലാസ് കയറിയിട്ടേ ഭയങ്കര കലപില, ക്ലാസ് നടക്കുന്നില്ല, പിന്നെ ഞങ്ങളുടെ ഇതും ഇതാവണ്ടേ. മാനേജ്മെന്റ് ഒക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തായിരുന്നില്ലേ, പിന്നെ അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ. ഞാനത് ശരിക്കും PG തുടങ്ങുന്നതിന് മുമ്പ് ഞാനത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞവരെ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയവരെ മാത്രം എടുത്താൽ മതി എന്നുള്ളത്. ബട്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു. ലൈക്ക് അത് ഓറിയന്റേഷൻ സമയത്തെ PG ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ മെസ്സേജ് പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇനിയുള്ള ബാച്ചിന് അങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാവല്ലാതെ, അവർക്കറിയില്ലല്ലോ. അവർക്ക് ആ ഒരു ടെമ്പോയിൽ കയറുവാണല്ലോ, മറ്റേ ക്ലാസ്സിന്റെ അതേ ടെമ്പോയിൽ ഇതിനകത്ത് കയറുന്നതിന്റെ ഒരു കുട്ടികൾക്ക് അറിയില്ലല്ലോ. PG ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ വൈവ ഉണ്ടാവോ സെപ്പറേറ്റ് PG? പിന്നെയും ഇല്ലല്ലോ. ഇല്ല. വൈവ ശരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ സൈഡുമായിട്ട് റിലേറ്റഡ് ആണ് വൈവ. നമ്മുടെ തിയറി കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്നും വൈവ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്, നിങ്ങളുടെ PGക്ക് അസൈൻമെന്റ് മാത്രമല്ല, ആക്ടിവിറ്റി അസൈൻമെന്റ് മാത്രമല്ല, പിന്നെ സെമിനാർസ് ആയിട്ട് ക്ലാസ് റൂമിൽ ചെയ്യിക്കുന്നതേ ഉള്ളൂ. ഇത്രയും പേരുടെ സെമിനാർ എങ്ങനെയാണ് തീരുക? നമുക്ക് ഈ ടൈം സ്പാനിൽ തീരുമോ? ഞങ്ങളുടെ ഒക്കെ കഴിയുമോ? ഇല്ല, സെമിനാർ എല്ലാവരുടെയും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം ഇപ്പൊ ക്ലാസ്സിൽ 3 പേരോ 4 പേരോ പ്രസന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അത് അസൈൻമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. സെമിനാർ റിപ്പോർട്ട് നമ്മൾ എഴുതില്ലേ, അതുപോലെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ക്ലിയർ ആയോ? നമുക്കിപ്പോ ടോപ്പിക് ഏതായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ടോപ്പിക്സ് വരുന്നില്ലേ? 8 ടോപ്പിക്സ് പറയുമ്പോൾ പ്ലാനിങ് അതൊക്കെയാണ്. അത് എല്ലാരോടും പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ആരാണ് സെമിനാർ എടുക്കുക എന്നുള്ളത് അപ്പോഴാണ് പറയുന്നത്. ഓൺ ദ സ്പോട്ട് ആയിരിക്കും. മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ 8 പോയിന്റ്സ് ഉണ്ട്. എക്സിക്യൂഷൻ, ഡയറക്ഷൻ, സൂപ്പർവിഷൻ, അഡ്വൈസ്, സ്റ്റിമുലേഷൻ, എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാളുടെ അടുത്ത് അതിലെ 2 പോയിന്റ്സ് അങ്ങനെ 4 പേർക്ക് ചാൻസ് വരും. അപ്പൊ ബാക്കിയുള്ളവർ അതൊരു റിപ്പോർട്ട് പോലെ നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയേക്കുക. കാരണം നിങ്ങൾക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ടേ നിങ്ങളുടെ ബാച്ചിനെ ഒഴിവാക്കണം എന്ന് നമുക്ക് ഭാവനയുടെയും സ്ഥാപിക്കയുടെ ഒക്കെ ഒരു നിങ്ങളെ റെപ്രസെന്റ് ചെയ്തൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അത് നല്ലൊരു പണിയാണ്, അതുകൊണ്ടാണ് കേട്ടോ.
അത് പിന്നീട് PGയുടെ എക്സാം ആവുമ്പോ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. മാമിന്റെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ കേറിയുള്ളത്. ഞങ്ങൾ ഓൾമോസ്റ്റ് റെക്കോർഡ് നാളെയും കൊണ്ട് ഫിനിഷ് ആവുമായിരിക്കും. നാളെ അശ്വിനി മിസ്സിന്റെ സെഷനും കൂടെ ആവുമ്പോൾ ഫിനിഷ് ആവുന്ന സീമ. അപ്പൊ നമ്മള് റെക്കോർഡ് എഴുതായിരുന്നു ഒന്ന്. അതെ 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 അതെ. അതെയോ, ശരി. അപ്പൊ ഇന്ന് നമ്മള് ലാസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഒന്നുകൂടെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാം. പിന്നെ പറഞ്ഞത് പിങ്ക് ടവർ ചാർട്ട് പേപ്പർ വെച്ച് പിങ്ക് ടവർ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. നമ്മുടെ ഏതൊക്കെയോ ബാച്ചിൽ പിള്ളേർ അത് ചെയ്യുന്നുണ്ട്. വേറൊരു ടീച്ചറിന്റെ ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ട് ഞാൻ അവരെ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യാം. പക്ഷെ വുഡിന്റെ പോലെ തന്നെ അത്ര ഫൈൻ അല്ല. വുഡ് തന്നെയാണ് റിയൽ, അതാണ്. ഇത് റിയൽ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ PGയുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വൈവ 2-3 ടൈം സ്ലോട്ട്സ് ഇടാം. അതിലെല്ലാവർക്കും ഓരോരുത്തർക്കും ആപ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാന്ന് നിങ്ങളൊരു വോട്ടിംഗ് പോലെ ടെക്നിക്കൽ ടീമിനെ അറിയിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെ റോൾ നമ്പറോ പേരോ ഒക്കെ വെച്ചിട്ട് വൈവയ്ക്ക്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് മാർച്ചിൽ വൈവ കഴിയും. പിന്നെ ഏപ്രിൽ എക്സാം മാത്രമേ ഉള്ളൂ. വൈവ മാർച്ച് എപ്പോഴായിരിക്കും മാം? അതാ പറഞ്ഞേ, നമ്മളൊരു ടൈം സ്ലോട്ട് ആക്കി തരാം. ഇത്രയും പേരെ വേണ്ട. എനിക്ക് തോന്നുന്നു 67 അത്രയും കണ്ട് കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ഈ കയറുന്നവര് മാത്രമല്ലല്ലോ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു വോട്ടിംഗ് തരാം. ഏത് ടൈമാണ് ആപ്റ്റ് എന്ന് പറയുവാണെങ്കിൽ അതിനനുസരിച്ച്. റെക്കോർഡ് ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട്. വൈവയ്ക്ക് ആവുമ്പോ റെക്കോർഡ് കംപ്ലീറ്റ് ആവണല്ലോ. നമ്മുടെ ഒരു എനർജിറ്റിക്കായിട്ട് കുറച്ച് ബാച്ചുകൾ ഇപ്പൊ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. ഞങ്ങള് DTDC കൊറിയർ വഴി അയച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. ടൈം കിട്ടുക എന്ന് പറയുമ്പോ അതൊരു എന്താ പറയാ, നമുക്കൊരു എന്തോ അച്ചീവ് ചെയ്ത പോലെ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ടേ ഒരു സൈൻ വേണമെന്നൊരാഗ്രഹം. സൈൻ വേണമെങ്കിൽ മാം ഞങ്ങളുടെ ക്ലാസ്സിന് വരുന്നത് നമ്മൾക്കിപ്പോ കോൺവെക്കേഷൻ സെറമണിക്ക് വരുന്ന സമയത്ത് അത് സൈൻ ഇട്ട് വരുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. സൈൻ ചെയ്യാലോ. ഞങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ കൊറിയർ ചെയ്ത് സൈൻ ചെയ്ത് വീട്ടിൽ അങ്ങ് തിരിച്ചു കൊറിയർ ചെയ്ത് പറയുമ്പോ ഒരു നല്ലത് തന്നെയല്ലേ. നമ്മളിപ്പോ റെക്കോർഡ് എഴുതി ടീച്ചേഴ്സിന്റെ സൈൻ ഇട്ട് തരാന്ന് പറയുമ്പോ വെറുതെ എഴുതി വെച്ചതിന്റെ ഒരു ഇതല്ലല്ലോ. ഞാനൊക്കെ മാമിന്റെ വീട്ടിൽ പോയിട്ട് സൈൻ വാങ്ങിച്ചത്. അത്ര ലാസ്റ്റ് മൊമെന്റിലായിരുന്നേ നമുക്ക് എല്ലാവർക്കും. അതിന്റെ ഒരു വാല്യൂ വേറെ തന്നെയല്ലേ സൈൻ ഇട്ട് തരുമ്പോ. ശരിയാ. ഞങ്ങൾക്ക് അങ്ങനെയാണ് കോൺവെക്കേഷൻ വരുന്ന സമയത്ത് കൊണ്ടുവരികയാണെങ്കിൽ സൈൻ ഇട്ട് തന്നാല് സന്തോഷം. സോ എന്തെങ്കിലുമൊക്കെ ഇനി ക്ലാരിഫിക്കേഷൻ. അപ്പൊ സർവേ കുറെ പേര് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. സർവേ ഒക്കെ ഒന്ന് പതുക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി ഡേറ്റാസ്. സർവേ കുട്ടികളുടെ ഇതാണോ? കുട്ടികളുടെ സർവേ ഞാൻ തന്നില്ലായിരുന്നോ? നമ്മുടെ വീടുകളിലെ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ എന്നുള്ളതിന്റെ ഒരു സർവേ. അത് ഞാനില്ലാത്ത സമയത്തായിരിക്കും തോന്നുന്നു. ഒരു 15 ദിവസമൊക്കെ ലീവായി, ഒരു മാസമൊക്കെ ലീവ് ആയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഉംറയ്ക്ക് പോയ സമയത്ത് അവിടുന്ന് എങ്ങോണ്ടാണ് കുറെ കാര്യം ഡിലേ ആയി. കാരണം പിന്നെ അത് ഗ്യാപ്പ് വന്നില്ലേ, പിന്നെ കുറെ പഠിക്കാനുണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, എന്തായാലും മോഡൽ എക്സാം 17th എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും 5 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഉണ്ടാവും സാറിന്റെ. അങ്ങനെ ടോട്ടൽ 30 ക്വസ്റ്റ്യൻ വരും. എല്ലാ സബ്ജക്റ്റിനും 6 സബ്ജക്ട് ഉണ്ടല്ലോ, 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ വരുന്നത്. ഇത് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഈ ഡിപ്ലോമ ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് ആ സമയത്ത് PGയുടെ സെഷൻ എടുക്കാമോ എന്നുള്ളത്. നമുക്ക് ലാസ്റ്റ് സെഷൻസ് എല്ലാം എടുത്ത് അങ്ങനെ പോകേണ്ടവരും. ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ സാറുമായിട്ട്. ഇവർക്ക് നമ്മുടെ ബാച്ചിൽ എത്ര PG ഉണ്ട്? എത്ര പേരുണ്ട്? എനിക്കറിയില്ല. ഇവര് കേറാറില്ലെന്ന് തോന്നുന്നു. സഭിക്കൊക്കെ കാണാറുണ്ട്. ഭാവനേനെ സഭികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്. അതെ. അല്ല മാം, അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഈ സമയത്ത് നമ്മളെ ഈ ബാച്ചിന് മാത്രം PG ആവുമ്പോ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലല്ലോ. അതാ ഞാൻ സാറിനോട് ഒന്ന് ചോദിക്കാന്ന് വിചാരിക്കണേ. ഞാൻ വിചാരിക്കുന്നത് മോഡ്യൂൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടേ ലാസ്റ്റ് പോർഷൻസ് ഒക്കെ
ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത പോർഷൻസ് വരുന്നത് എടുത്തിട്ട് ഈ ഫസ്റ്റ് പോർഷൻ ഇവരുടെ കൂടെ തന്നെ അങ്ങനെ ഒന്ന് എനിക്കതൊന്ന് പ്ലാൻ ചെയ്യണം, ഒന്ന് നോക്കട്ടെ കേട്ടോ. അതായിരിക്കും ബെറ്റർ. കാരണം ഇത് അവർക്കൊന്നും ചോദിക്കാനും പറ്റുന്നില്ല. നമ്മളെ സാറിനോടൊന്ന് പറയായിരുന്നില്ലേ, നേരിട്ട് കണ്ടതല്ലേ? അന്ന് പറയാൻ വിട്ടുപോയതൊന്നുമില്ലേ, അവര് പറഞ്ഞില്ല. അതൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഡിപ്ലോമ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ ഇതൊന്ന്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കവർ ചെയ്യായിരുന്നു, തീർക്കായിരുന്നു. തീർക്കാൻ പറ്റുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. വിടാനുള്ള വോയിസ് കിട്ടുന്നു. ആ ഒരു മോണ്ടിസോറിയുടെ ആ ഒരു മെത്തേഡിന്റെ സ്പിരിറ്റിൽ ഇരിക്കുക. മാനേജ്മെന്റ് പേപ്പർ ആന്നുള്ള ആ ഒരു ഇത് ആയിട്ട് വരുന്നില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. ഇത് നമുക്ക് എന്താ ദീപ്തി, ക്ലിയർ ആയില്ല? അതാണ്, നിങ്ങള് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കും. ഇത് നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ലല്ലോ. ഭയങ്കര ഒരു സ്പിരിറ്റിൽ നിൽക്കുമ്പോ പിടിച്ച് താഴേക്ക് കൊണ്ടുവരാനും പറ്റില്ല. കുറേ പേരില്ലേ, കുറച്ച് പേരല്ലല്ലോ. അവര് ഉറങ്ങണ വരെ എന്ത് ചെയ്യണം എന്ന് ഭയങ്കര ഡിസ്കഷനൊക്കെ ഗ്രൂപ്പില്. ഓക്കെ, നമുക്ക് അതിന്റെ ചെയ്യാം. ഓക്കെ, സോ സ്റ്റഡി വെൽ. ഈ ഒരു കൺസേൺ ഒക്കെ ഞാൻ അറിയിക്കാം. ഞാൻ നാളെ എന്തായാലും മെറ്റീരിയൽസ് എടുക്കാൻ പോകുന്നുണ്ട്, ഞാൻ പറയാം. പിന്നെ വൈവയുടെ കാര്യം എനിക്കല്ലാതെ ക്ലാസ്സുള്ള ടൈം ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ടൈം ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈം ആപ്റ്റ് എന്നൊന്ന് അറിയിച്ചാൽ അതിനനുസരിച്ച് ഓരോരുത്തർക്കും സ്ലോട്ട് തരാം. നമുക്ക് 1 month കൊണ്ട് അതങ്ങ് തീർക്കാം. ഒരു ദിവസം എത്ര പേർക്ക് ഉണ്ടാവും, അങ്ങനെയാണോ വൈബ നടത്തുമ്പോ? അത് ഫസ്റ്റ് ഡേ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 15 to 20 minutes മാക്സിമം, അത്രേ ഉള്ളൂ. 1 hour 1.5 hours ഒക്കെയാണ് ശരിക്കും വൈവ. എല്ലാ ഏരിയയിലും എനിക്ക്. നമുക്ക് പിന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് എല്ലാരെയും അറിയാലോ. സാറ് പറഞ്ഞു അധികം, ഞാനും പറഞ്ഞു അധികം എനിക്ക് പേടിപ്പിക്കണം എന്നൊന്നുമില്ല സാർ, ഒന്നും അവരെ എത്ര കഷ്ടപ്പെടുത്തണ്ട. നമുക്ക് ഫീൽ ചെയ്യണം നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ ഏരിയയിലും കൂടെ പാസ് ചെയ്തു, അതൊക്കെ ഒന്നും അറിയണം, അത്രേ. ചെറിയൊരു പ്ലാൻ ഉണ്ട് സിമോ, ഓൺലൈൻ ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതും എനിക്ക് നാളെ ചെന്നൊന്ന് സാറിനോട് സംസാരിക്കണം. കുറെ പേർക്ക് ടീച്ചിങ് പ്രാക്ടീസ് പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്താലോ എന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതെയോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അവരെല്ലാരും ഗ്രൗണ്ട് ലെവലിൽ പോയി ചെയ്യാം. ഒട്ടും പറ്റാത്തവർക്ക്, ഇപ്പൊ പ്രഗ്നൻസി, ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞ് ബേബി ആയിട്ടുള്ളവർ, അവർക്കൊന്നും പറ്റില്ലല്ലോ പോവാൻ. അതെ അതെ, ഞാൻ മാക്സിമം ശ്രമിക്കാം. എന്താന്നറിയോ, ഓരോ സമയത്ത് മീറ്റിങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമുക്ക് പോകാൻ പറ്റാത്തൊരു. ഇപ്പൊ ഒരു ദിവസം പോയി പിറ്റേ ദിവസം പോവാതിരിക്കാനും പറ്റില്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോവണ്ടേ. ഈ ഓൺലൈൻ ആവുമ്പോൾ മ്യൂച്വൽ ഹെൽപ്പും വേണ്ടി വരും. അതായത് ഇപ്പൊ നിങ്ങള് കുട്ടികളായിട്ട് ഇപ്പൊ ഒരു പേര് പറയുകയാണെങ്കിൽ നിസിയൊക്കെ പോയി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത്, അപ്പൊ നിസിയ ഓൺലൈൻ ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചോ. സാബിക്കയും ദീപ്തിയും ജ്യോതിയൊക്കെ കുട്ടികളായിട്ട് അവർ മുമ്പിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. കാരണം നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ. അത് ശരിയാ. രീതിയിലൊക്കെ അതിനെ ഒന്ന് മാറ്റണം. ഫ്രീ ആയിട്ട് ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ടീച്ചിങ് പ്രാക്ടീസിന് ഓൺലൈൻ വരുമ്പോഴേക്കും അവർ കയറണം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനെ അതിനിരുത്തണം, ഞങ്ങൾ ഇരിക്കണം കുട്ടികളായിട്ട്, ഞങ്ങളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്ന രീതിയിൽ. നിങ്ങൾക്ക് ആ ഫുൾ ഫീൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ ആ രീതിയിൽ ഞാനിന്ന് നാളെ സംസാരിക്കാനിരിക്കുക. അങ്ങനെ പിന്നീട് ക്ലാസ് നിങ്ങൾക്ക് മാത്രം ഓൺലൈൻ ടീച്ചിങ് പ്രാക്ടീസ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഫോട്ടോസ്, എല്ലാ മെറ്റീരിയൽസിന്റെ ഫോട്ടോസ് അല്ലേ ഉള്ളൂ. പിന്നെ ഒരു ക്ലാസ് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട്, മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഫുൾ മെറ്റീരിയൽസ് ഒരു പ്രാവശ്യം കൂടി ഓൺലൈൻ ആയിട്ട് 1 or 2 ക്ലാസ് ചിലപ്പോ വേണ്ടി വരും. അല്ല മാം, ഇത് പിന്നെ എന്താ പറഞ്ഞേ, ഫുൾ എന്താ പറഞ്ഞത് കേട്ടില്ല. എല്ലാ മെറ്റീരിയൽസിന്റെ ഫോട്ടോസോ? എല്ലാത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പാരറ്റസ് റെക്കോർഡിൽ നിങ്ങൾ എല്ലാത്തിനെ കുറിച്ച് എഴുതിയിട്ടല്ലേ ഉള്ളൂ, അതിന്റെ പിക്ചർ ഇല്ലാതെ പിക്ചർ ഒട്ടിക്കാൻ ആ ഫോട്ടോ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഓൺലൈൻ ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾക്ക് മാത്രം PG,
നിങ്ങൾക്കും നിങ്ങളുടെ തൊട്ടടുത്ത ബാച്ചിനെയും കൂടി ഇരുത്തിയാലോ? ഒരു ഏപ്രിലിൽ കഴിയേണ്ടവരാ. എത്ര പേരാണ്? കുഴപ്പമുണ്ടാവില്ല. അവരും ഇതുപോലെ സൈലന്റ് ആയി തന്നെയാ ക്ലാസ്സിലിരിക്കണം. അവര് കുഴപ്പമില്ല. ഞങ്ങക്ക് ഇപ്പൊ പുതിയ വന്ന ആൾക്കാരായിട്ടാണ് ഒരു തരത്തിലും പോവാൻ കഴിയാത്തത്. ഞങ്ങള് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങള് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, കേൾക്കണില്ല. അവര് സൗണ്ട് തന്നെ അവര് എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അവര് മത്സരിക്കാണ് പറയാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ നമുക്ക് അവരൊരു വോയിസ് അതാണ് ഞാൻ അതൊന്ന് പറയാം. ഓക്കെ, അത് പറയാം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ആഴ്ച കഴിയുന്നതോടുകൂടി എനിക്ക് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു. വെനസ്ഡേ മൺഡേ. ഇത് കുഴപ്പമില്ല. മാമിന്റെ ക്ലാസ് മിസ്സാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സങ്കടമുണ്ട്. ആണോ? മാമിന്റെ ക്ലാസ് ഞാനിവിടെ ഹസ്ബൻഡിന്റെ അനിയത്തി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം 12:30 കേൾക്കാറുണ്ട്. ഏത് ബാച്ചാ മുബിന? സെമീറ എന്നാ പേര്. സെമീറ. ഏത് ബാച്ചായിരുന്നു? പേരൊക്കെ തുടങ്ങിയത് അവർക്ക് ക്ലാസ് ഇന്നലെ സെമീറ ഇപ്പൊ പുതിയത് ഈ ആഴ്ച തുടങ്ങിയതാണ്. MT10 തുടങ്ങിയിട്ടുണ്ട്. അതെ, ഈ ആഴ്ച തുടങ്ങിയത്. അത് അവർക്ക് ഓറിയന്റേഷൻ കൊടുത്തത് ഞാനായിരുന്നു. അതെ കണ്ടു. ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാനാണ് പറഞ്ഞത്. മാം, ഞാൻ വേറെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇതൊന്നുമില്ല. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതിന്റെ മുമ്പാണ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രാക്ടീസ് മതിയോ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഓർത്തെടുത്തൊരു റിപ്പോർട്ട് എഴുതാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ, വേറെന്താ? ഇനി വരുമ്പോ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം കേട്ടോ. തീർച്ചയായിട്ടും. അന്ന് ഞങ്ങൾക്ക് സമയം കിട്ടാത്തോണ്ടാണ്. തിരിച്ചിങ്ങോട്ട് എത്തും വേണം. ഇനിയൊക്കെ വരുമ്പോ എന്തായാലും ഒരു 1 ഡേ സ്റ്റേ കണ്ടിട്ടേ വരാൻ പറ്റുള്ളൂ. നമ്മുടെ ഫെബ്രുവരി 15-ന് 15-ന് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരുടെ കോൺവൊക്കേഷൻ. കോൺവൊക്കേഷൻ എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ബിൽഡിങ്ങിൽ തന്നെ ഏറ്റവും മുകളിൽ ഒരു വലിയ ഹാൾ ഉണ്ട്, ഫുള്ളി എയർ കണ്ടീഷൻഡ്. അവിടെ ആയിരിക്കും. നല്ല സ്പേഷ്യസ്. അങ്ങോട്ട് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പാരന്റ്സ് ഒക്കെ വന്നാലും ബുദ്ധിമുട്ടില്ല അങ്ങോട്ട് കയറിപ്പോവാൻ. നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളതാ. അവിടെ ആയിരിക്കണം. വേറെ ഒന്നും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ അവിടെ വെച്ചായിരുന്നു. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. AC ആണ്. നമ്മള് കൂടി എവിടെയാണോ? അതിന്റെ ഏറ്റവും മുകളിലൊരു ഹോൾ ഉണ്ട്. ആ ഹോൾ നമുക്ക് കിട്ടും. അതായിരിക്കണം. അറിയില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് 4 ബാച്ച് എന്തോ ഇറങ്ങി. 4, 5, 6 ഒക്കെ ഇറങ്ങി. അതിൽ 5-ാമത്തെ, 6-ാമത്തെയോ 7-ാമത്തെയോ കണ്ട കോൺവൊക്കേഷൻ. ആദ്യത്തെ ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പൊ മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മളാണ് അല്ലേ? അതെ, നിങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. അതിൻ്റെതായ ഒത്തിരി പരിചയക്കുറവൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓൺലൈനിൽ എങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. കണ്ടപ്പോ പ്രശ്നമില്ലല്ലോ, കണ്ടില്ലേ? ഓൺലൈൻ കാരണം കുറെ പേരൊക്കെ ഇപ്പൊ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി. അത് ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെയൊക്കെ അറിഞ്ഞു. പക്ഷെ അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. സീഡിന്റെ ഒക്കെ കോഴ്സ് ഉണ്ടല്ലോ നസീമ. സീഡിന്റെ ഒക്കെ കോഴ്സ് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണല്ലോ അവര്. സീഡ് സൊസൈറ്റി, സീഡ് എന്ന് പറഞ്ഞിട്ട്. അഗ്രികൾച്ചറാ മാം? അവർക്കുണ്ട്, സീഡിനുണ്ട് പല കോഴ്സസ് ഇല്ലേ. സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാതൃഭൂമിയുടെ അതന്നെ തോന്നുന്നു. അവരുടെയൊക്കെ ഭയങ്കര ഇതായിട്ട് പറയണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാച്ച് ഒരു എക്സ്പെരിമെന്റ് പോലെ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യാം. കുറെ കുറവുകൾ നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതാ ഞാൻ ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോം. അപ്പൊ അത് നിങ്ങൾക്കും കുറെ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വെക്കേഷനിൽ ചെയ്താൽ മതിയല്ലോ. ഓൺലൈൻ ആകുമ്പോൾ ഏത് ടൈമിലും ചെയ്യാമല്ലോ. ഒരു 3-10 സെഷൻ വെച്ചാൽ മതിയല്ലോ. ഇതുപോലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലാക്കിയെടുത്ത് 10 സെഷൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സാറിനോട് ഞാൻ പറയാം. മാം ഒരു ഇന്റർവ്യൂവിന്റെ സെക്ഷനും കൂടി തരാന്ന് പറഞ്ഞു. അതും കൂടി പറഞ്ഞപ്പോ മാം പറഞ്ഞു അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇന്റർവ്യൂ നടത്തായിരുന്നു. പക്ഷെ ഫേസ് ടു ഫേസ് ഇരിക്കുന്നതായിട്ട് നമുക്ക്
ഒന്ന് എല്ലാരും കൂടെ ഒന്ന് ഇരുന്നിട്ട് അങ്ങനെ ഒരു മോക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്യായിരുന്നു. ഇന്റർവ്യൂ ബോർഡിൽ 2-3 പേര് ഇരിക്കുന്നു, ആപ്ലിക്കന്റ് വരുന്നു, ആ രീതിയിൽ നമുക്കൊരു മോക്ക് ചെയ്ത് നോക്കായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ക്ലാസ് കിട്ടും, അത് വേറെ. അല്ലാതെ നമുക്ക് മോക്ക് ചെയ്ത് നോക്കായിരുന്നു. ഇത് മോഡൽ എക്സാം ഒന്ന് കഴിയട്ടെ, മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം നോക്കാം. അത് ചെയ്ത് നോക്കണം. കോൺവെക്കേഷൻ ഏപ്രിലിൽ തന്നെ ഉണ്ടാവും മിസ്? എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവോ? എന്തിട്ട് യാത്രയിലാണോ? യാത്രയായിരിക്കുമോ? ഇനി ബാക്കിയെല്ലാം മാറ്റി വെക്കുക. കാരണം പിന്നെ എക്സാം കഴിഞ്ഞ ഉടനെ വെച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു സ്പിരിറ്റ്. ലേറ്റ് ആവും തോറും മെയ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികളുടെ അടുത്ത തിരക്കും. അതെ, ഏപ്രിൽ തന്നെ വെക്കണതായിരിക്കും നല്ലത്, നീട്ടി കൊണ്ടുപോവാതെ. ലാസ്റ്റ് 20th അങ്ങനെ ആ സമയത്തേക്ക് ആവുമ്പോ കഴിഞ്ഞിട്ട് തന്നെ എക്സാം 6 ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത പിന്നത്തെ അപ്പൊ തന്നെ വെക്കാലോ. അതെ അതെ, വിഷുവിന് മുമ്പ് എക്സാം കഴിയും. വിഷു കഴിയുമ്പോ ഈ ഈസ്റ്റർ എപ്പോഴാ വരുന്നത്? ഈസ്റ്റർ അല്ലേ, ഏപ്രിൽ സെക്കൻഡ് വീക്ക് ഒക്കെ ആയിട്ടായിരിക്കും. വിഷു ഈസ്റ്ററും കഴിയുമ്പോഴേക്കും കോൺവൊക്കേഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് യാത്രകളാകാം, അവിടെ ഇവിടെ ഫ്രണ്ട്സ് വീട്ടിലൊക്കെ പോവാം. കണ്ടിന്യൂഷനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം ഇതുണ്ടാവും. മറ്റേത് നമുക്ക് അത് ഉണ്ടല്ലോ എന്നുള്ള എപ്പോഴാണ് ആ ഒരു ഇതിലായിരിക്കും. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെയില് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാലോ. ജോബ് സെർച്ച് ഒക്കെ നോക്കാം, ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങണതിന്റെ ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോവാലോ. എനിക്കിതിന് ശേഷം കുറേ ഓഫേഴ്സ് വന്നിരുന്നു. ഇതുപോലെ സ്കൂള് തുടങ്ങിയവര് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോകാൻ നേരത്ത് സ്കൂൾ ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ ആ സാറ് മോണ്ടിസോറി സ്കൂള്, പ്യുവർ മോണ്ടിസോറി സ്കൂൾ നടത്തിയ സാറ് ഫാമിലിയുടെ അടുത്തേക്ക് സിംഗപ്പൂരേക്ക് പോകാൻ നേരത്ത് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു. അന്നൊന്നും ഇന്നായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തേനെ. അന്ന് എനിക്ക് അത്ര റെസ്പോൺസിബിലിറ്റി നടത്താൻ ഏതാ മാമിന് ശരിക്കും ഒരു സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ പറ്റുമെന്ന് ഇന്നാണെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ അന്ന് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നല്ലൊരു ടീമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. ഇപ്പം നമ്മളുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചേഴ്സ് പറയുന്നുണ്ട് നമുക്കൊരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങാന്നൊക്കെ പറഞ്ഞു. പിള്ളേര് വരും മിസ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ, അവെയർ ആയി കഴിഞ്ഞാൽ എന്തായാലും ഓൺലൈനായി കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോ നന്നായിട്ടുള്ള ഇതല്ലേ. ഇപ്പൊ പാരന്റ്സ് ഒത്തിരി കൺസേൺ ആണല്ലോ കുട്ടികളുടെ കാര്യത്തില്. അതെ. Okay, so നമുക്ക് വൈൻഡ് ചെയ്യാം. Okay. Bye. Good night. Good night. Good night. Thank you, ma'am. Thank you, ma'am. എവിടെയായിരുന്നു പോയോ? എന്താ മാം? എവിടെയായിരുന്നു ലേറ്റ് ആയത്? ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാ. ഞങ്ങള് ഇപ്പൊ ക്ലാസ് ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുന്നുണ്ട്. പറഞ്ഞു എന്നോട്, നല്ല കാര്യം. അപ്പൊ ഞങ്ങൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ കേറുന്ന സമയത്ത് ആരും വരുന്നില്ല. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ജോയിൻ ആയിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ലിങ്ക് അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആരുടെ ക്ലാസ് ചോദിച്ചു, ഇന്ന് ക്ലാസ് ഉണ്ടോ ചോദിച്ചാ. അപ്പൊ ജിഷ മാമിന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം കയറിയതാ. ശരി ശരി. ഓക്കെ, ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്.